ജസീല സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ആലന്തയാലുവായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കു രക്ഷകനാകും അഖിലേശ്വരനല്ലോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ വിധിവനെ നിയതങ്ങളങ്ങയ മാത്രം സതതം സഹായമർത്തിപ്പതും തിരുമുമ്പ് നയിക്കണം ഞങ്ങളെ നീരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ അങ്ങയാൽ ഗോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗദൃഷ്ട തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കു രക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. താങ്ക് യു. Today's thought: be the reason of someone's smiles today. നമ്മളിലൂടെ ഒരു വ്യക്തിയിൽ പുഞ്ചിരി വിരിയാൻ ഇടയാകട്ടെ. റോയ് ടി ബെന്നറ്റ്. താങ്ക് യു. Sign in. മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിലെ പുണ്യല്ലേ. മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കുമ്പിലെ പുണ്യല്ലേ. മാറിൽ നീയോ ചായും നേരം മാനിൻ കുഞ്ഞാ മാറും നേരം വെള്ളി നിലാവാകുന്നേ ഞാനെന്നും നല്ലാരോമൽവാവേ. ചന്ദനത്തെന്നൽ ചാമരം വീശി വന്ന ഓരോ രാവിൽ ആയിരമഞ്ചമൊരുക്കിയിരുന്നു ഞാൻ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാനൊരു ചിപ്പേണിയമ്മ. കാൽത്തളയിൽ കൈവളയിൽ കിലുകിലുകെ കളിയാടി വരും നേരം കാതോർത്തിരുന്നീ അമ്മ. പിച്ച പിച്ചാവിക്കും കൺമണി രണ്ടിലെ കൃഷ്ണമണി. Sign in by Mega. വന്നിട്ടുണ്ടല്ലോ. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, നിങ്ങളുടെ പ്രെയർ എല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു മാം. പ്രെയർ, സൈൻ ഇൻ, തോട്ട് ഫോർ ദി ഡേ എല്ലാം കഴിഞ്ഞോ? ഓക്കെ ഫൈൻ, വി ക്യാൻ സ്റ്റാർട്ട്. ചോദിക്കട്ടെ?
നമ്മൾ കലണ്ടർ മേക്ക് ചെയ്യുമ്പോൾ സീസൺസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഓരോ സീസൺസ് പിക്ചർ കൊടുത്തിട്ട് പിക്ചർ വരച്ചിട്ടൊക്കെ. ചൈൽഡ് എഡ്യൂക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന എന്തെങ്കിലും കൂടെ അതിനകത്ത് ആഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കി നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങളുടെ കലണ്ടർ ബ്യൂട്ടിഫുൾ ആക്കാം. ഇറ്റ്സ് യുവേഴ്സ്. താങ്ക് യു മാം. ഓക്കെ. ഓക്കെ, സോ വേർ വി നമ്മളുടെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? യെസ് മാം. ഷെയർ ചെയ്യാം. വന്നിട്ടില്ലല്ലോ. എന്താണ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ചാപ്റ്ററിന്റെ മോക്ക് ടെസ്റ്റ് വേണം അല്ലേ? ഞാൻ ഈ നിങ്ങൾക്ക് ഈ പാർട്ട് 1 ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇപ്പൊ കഴിഞ്ഞു? ഹെൽത്ത് ആൻഡ് ഹൈജീൻ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞു. ഇതൂടെ ഉള്ളൂ ഇനി മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനൂടെ തീരാനുള്ളൂ. ഞാൻ എടുത്ത പോർഷൻസ് ഏതൊക്കെ? അല്ലടാ, പോർഷൻസ് ഏതൊക്കെയാന്ന് മിസ് ചോദിച്ചത്? മറ്റേ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ? യൂണിറ്റ് 6 അല്ലേ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ? അതെ മാം. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ പറഞ്ഞതെന്ന് ബ്രീഫ് ചെയ്യാമോ? ദ കോൺസെപ്റ്റ് ഓഫ് മെന്റൽ ഹൈജീന്റെ പറഞ്ഞു ഫസ്റ്റത്തെ. Mental health includes emotional, social, psychological well-being. അതൊക്കെയാ മിസ് പറഞ്ഞേ. ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ പറഞ്ഞ സമയത്ത് നമുക്കറിയാം നമ്മൾ എന്തെല്ലാം ഭക്ഷണങ്ങൾ കഴിക്കണം, നമ്മൾ ഹെൽത്തി ആകാൻ അത് ഏതൊക്കെ ടൈമിൽ കഴിക്കണം, എന്തൊക്കെ കണ്ടീഷൻസ് നമുക്ക് ബോഡിക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എങ്ങനെ മാറ്റണം, അതൊക്കെ നമ്മൾ പറഞ്ഞു. എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. മനസ്സിന്റെ ആരോഗ്യം കൊണ്ട് ആർക്കൊക്കെ ഗുണം? നമുക്ക് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കാൻ പറ്റും. മൈൻഡ് ഓക്കെ ആണ്. പിന്നെ ഒരു പരിധി വരെ രോഗങ്ങളൊക്കെ നമുക്ക് തടയാൻ പറ്റും. അതായത് നമുക്ക് ടെൻഷൻസ് മൂലം വരുന്ന ഓരോ അസുഖങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മൈൻഡ് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഫുൾ ബോഡിക്കാണെങ്കിലും ഒരു വെൽനെസ് ഉണ്ടായിരിക്കും. പോസിറ്റീവ് തിങ്കിങ് എപ്പോഴും വരിക. പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവും. ഓക്കെ, നിങ്ങളിപ്പോ നിങ്ങളെ അതായത് എന്താ പറയാ നമ്മളെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത് അല്ലെ? നമ്മൾക്ക് നല്ലൊരു മെന്റൽ ഹെൽത്ത് ആണെങ്കിൽ ഹൗ വി ക്യാൻ ഹെൽപ്പ് അതേഴ്സ്? നമുക്ക് പോസിറ്റീവ് ചിന്തകളാണെങ്കിൽ നമ്മൾ ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങനെ തന്നെ നമ്മൾ കാണും. അതായത് മറ്റുള്ളവർ നെഗറ്റീവായിട്ട് സംസാരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിനെ പോസിറ്റീവ് ആക്കാൻ ശ്രമിക്കും, നമ്മുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ. ഞാൻ ഇന്ന് ക്ലാസ്സിൽ ഇന്നല്ല, ഞാൻ എന്തെങ്കിലും ഒരു ദിവസം ക്ലാസ്സിൽ വന്ന് ഞാൻ സാധാരണ വരുന്നതിനേക്കാളും വളരെ അൺപ്ലസന്റ്, മൂഡി, അങ്ങനെ ഭയങ്കര ഒരു എന്താ പറയാ ആകെ ഒരു ഡൗൺ ആയിട്ട് വന്നിരിക്കുമ്പോ ഹൗ യു ക്യാൻ ഹെൽപ്പ് മീ? എന്താ പ്രശ്നം മിസ്സിനോട് ചോദിക്കാം. ചോദിക്കും എന്താണ് മിസ് റീസൺ, എന്താ മിസ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ക്ലാസ് ഒരു എന്റർടൈൻമെന്റ് ഒക്കെ ആയി കഴിഞ്ഞാൽ മിസ് മൈൻഡ് ഓക്കെ ആവും. ശരി, ഇനിയിപ്പോ നിങ്ങളുടെ മാമിനെ സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റുന്ന പരമാവധി എന്തെങ്കിലും പറഞ്ഞിട്ടോ അങ്ങനെ ഒരു പാട്ടൊക്കെ പാടി കൊടുത്തിട്ട് മൈൻഡ് ഒക്കെ ഒന്ന് ശരിയാവും.
അതെ, മാക്സിമം എന്റർടൈൻമെന്റ് ഒക്കെ ആക്കി ആകെ അത്. നമ്മളുടെ ഒരു സുഹൃത്ത് വളരെ ദൂരെയാണെന്ന് വിചാരിക്കുക, ഫോണിലൂടെ മാത്രമാണ് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലൈക്ക് നമുക്ക് കോൾ ചെയ്ത് ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. സോ ഹൗ യു ക്യാൻ ഐഡന്റിഫൈ ഹിസ് ഓർ ഹെർ ഫീലിങ്സ് ഓർ ഇമോഷൻസ്? സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ മിസ്, എന്നുള്ളതിനെക്കാളും വ്യത്യസ്ത ടോൺ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അധികം സംസാരിക്കൊന്നുമില്ലായിരിക്കും മിസ്സേ. അങ്ങനെ വരുമ്പം നമ്മൾ എന്തെങ്കിലും സംസാരിക്കുവാണേലും മുക്കി മൂളിയും അങ്ങനെയുള്ള ഒരു രീതിയായിരിക്കും. അധികം ഒന്നും സംസാരിക്കത്തില്ല. അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ, പെട്ടെന്ന് അങ്ങ് രീതി മാറുമ്പോൾ നമ്മൾ എന്താണേലും അന്വേഷിക്കും, എന്ത് പറ്റി എന്നുള്ളത് അന്വേഷിക്കുമല്ലോ. നമ്മൾ അത്രയും ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അവരുടെ സൗണ്ട് ഒന്ന് മാറിയാലോ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും, അത്രയും ക്ലോസ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ. സോ അതാണ്, നമുക്ക് ആളുകൾ പറയാതെ തന്നെ അവരുടെ ചില എക്സ്പ്രഷൻസ്, ശബ്ദം, പിന്നെ ഫേസിലെ ചില എക്സ്പ്രഷൻസ്, നമ്മൾ നോൺ വെർബൽ ക്യൂസ് എന്ന് പറയൂ അല്ലെ. വെർബൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നുണ്ട്, പറയാതെ പറയുന്ന ചില കാര്യങ്ങൾ, മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന പോലെ ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും സാധാരണ ഉള്ളതുപോലെയല്ലല്ലോ, എന്തോ വല്ലാതെ മുഖം വാടിയിരിക്കുന്നു, എന്തോ ഒരു ടെൻഷനിലാണെന്ന് തോന്നുന്നു, എന്തോ ഒരു വിഷമത്തിലാണെന്ന് തോന്നുന്നു. നമുക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അയാളോട് ചോദിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ പറയും. സോ ശരീരത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന റെമഡീസ്, ഫുഡ് ഹാബിറ്റ്സ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്ലെൻലിനെസ്, ഹൈജീൻ എല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ മനസ്സിന്റെ ആരോഗ്യത്തിനുള്ള മരുന്നുകൾ നമ്മൾ ഓരോരുത്തരിലും ഉണ്ട് അല്ലെ. നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റും, നമ്മളെ ഹീൽ ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ ഹീൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ നോൺ വെർബൽ ക്യൂസ് മനസ്സിലാക്കും. നമ്മുടെ വീട്ടിലുള്ളവരുണ്ടാവും, നമ്മളുടെ ചുറ്റുപാടും, നൈബർഹുഡില്, നമ്മൾ ഫോണിൽ നമ്മൾ സ്ഥിരം സംസാരിക്കുന്നവരാണെങ്കിൽ അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റും മറ്റുള്ളവരുടെ എന്തെങ്കിലും വിഷമങ്ങൾ വന്നു കഴിഞ്ഞാൽ. അതാണ് ശരിക്കും മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിൽ വരുന്നത്. മാനസിക ആരോഗ്യ സാക്ഷരതയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. സാക്ഷരത എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലെ, നമ്മള് അറിവുകൾ ആ ലെവൽ അത് അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതാണ് ശരിക്കും ലിറ്ററസി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും എല്ലാവരിലും വേണ്ടത് മെന്റൽ ഹെൽത്ത് ലിറ്ററസിയാണ്, മാനസിക ആരോഗ്യ സാക്ഷരത. അതില്ലാതെ വരുമ്പോഴാണ് ഈ കത്തിക്കുത്തും പെട്രോൾ ഒഴിച്ച് കത്തിക്കലും അങ്ങനെയൊക്കെയുള്ള ഓരോരോ അല്ലെ. ഭയങ്കര ഇഷ്ടമായിരുന്ന ഒരാളായിരിക്കും, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു അനിഷ്ടം പറയുമ്പോൾ പിന്നെ അയാളെ ഉപദ്രവിക്കുക എന്നുള്ളതാ മനസ്സിൽ. അപ്പൊ ശരിയായ മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളങ്ങനെ ആരെയും ഉപദ്രവിക്കാൻ പോവില്ല. അപ്പൊ അതാണ്, ആ ഒരു ഇമോഷൻസിനെ മാനേജ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനൊന്നും ആൾക്ക് പറ്റാതെ വരുന്ന ഒരു അവസ്ഥ. അത് മെന്റൽ ഹെൽത്ത് വളരെ ലോ ആവുന്നതാണ്. പിന്നെ ഹൈജീൻ, മെന്റൽ ഹൈജീൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഈ ഹൈജീൻ, മെന്റൽ ഹൈജീൻ നമ്മൾക്കിപ്പോ സാധാരണ ശരീരത്തിന്റെ ആ ഒരു ശുചിത്വം, വൃത്തി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാകും, നമ്മൾ കെയർ ചെയ്യേണ്ട ചില കാര്യങ്ങൾ. നമ്മളുടെ മനസ്സിൽ വേണ്ടാത്ത ചപ്പുചവറുകൾ, അഴുക്കുകൾ കുമിഞ്ഞുകൂടുന്നതിൽ നിന്നും മനസ്സിനെ ക്ലീൻ ചെയ്യുക, മനസ്സിങ്ങനെ നമ്മൾ അടിച്ചു വാരി വൃത്തിയാക്കുക, തുളച്ചു വൃത്തിയാക്കുക എന്ന് പറയുന്നതാണ് ആ ഒരു ഹൈജീൻ എന്ന് പറയുന്നത്. ഞാൻ 2-3 കേസ് അറ്റൻഡ് ചെയ്ത കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നോ? ഇല്ല മിസ്. അന്ന് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആണോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞത് ഒരാള് മിസ് ഒരു റിട്ടയർഡ് ആയിട്ടുള്ള അവരുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഒരു ആർമിയിൽ റിട്ടയർ ആയ ആള് സൂസൈഡ് ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭാര്യയോട് അന്വേഷിച്ചോ, ഭാര്യയോട് പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഒരു ബിസിനസ്സുകാരന്റെ കാര്യം. ഓക്കെ. ഷെയറിംഗ് ആണ് ശരിക്കും അതിനകത്ത് വന്നൊരു ഹീലിംഗ് എന്ന് പറയുന്നത്. അയാളുടെ അടുത്തുണ്ടായിരുന്ന ആളോട് അയാൾ ഷെയർ ചെയ്തില്ല. അയാൾക്കൊരു തളർച്ച വന്നപ്പോ അയാൾ ആദ്യം സൂയിസൈഡിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമുക്ക് അടുത്തെന്ന് പറയാൻ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ ലൈഫ് പാർട്ട്ണർ ആയിരിക്കാം, ഒരു പക്ഷെ നമ്മളുടെ അമ്മയായിരിക്കാം, അച്ഛനായിരിക്കാം. അങ്ങനെ നമ്മൾ ആരോടെങ്കിലും ഷെയർ ചെയ്യാൻ, അത് ശരിക്കും കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ശരിക്കും ഒരു ഭാഗ്യം എന്ന് പറയുന്നത്. വേറെ എന്തിനേക്കാളും, വേറെ എന്തൊക്കെ നമുക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ, അത് ആർക്കായാലും. ഓക്കെ, സോ ബാക്ക് ടു മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഞാനൊരു തെറാപ്പി നിങ്ങൾക്ക് ഇപ്പൊ ചെയ്യാന്ന് വിചാരിക്കണു. സോ എല്ലാവർക്കും ഉണ്ടാവും വിഷമങ്ങളല്ലേ, ചിലപ്പോ പറയാൻ പറ്റാത്ത വിഷമായിരിക്കും ഉണ്ടാകുന്നത്. സോ തെറാപ്പിയാണ്. ചിലപ്പോ ഭയങ്കര സങ്കടം വരും, അപ്പൊ ഇമോഷൻസിനെ ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല.
സോ അതുകൊണ്ട് ആദ്യം തന്നെ ഞാനൊരു മുൻകൂർ ജാമ്യം എടുക്കുവാണ് അതിന്. സോ റെഡി ആയവര് മാത്രം കേട്ടോ. പിന്നെ ഇനി എന്നെ കൊണ്ട് അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അതിന് റെഡി ആവാത്തവര് വേണമെന്നില്ല, വീഡിയോ ഓൺ ചെയ്യണമെന്നില്ല കേട്ടോ, എനിക്ക് കാണണമെന്നൊന്നുമില്ല. സോ എല്ലാവരും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസിൽ ഇരിക്കുക. ജസ്റ്റ് ഇത് പ്രസന്റേഷൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. ഞാൻ ചിലപ്പോ എന്റെ വീഡിയോ ഒന്ന് ഓഫ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാല് ഇപ്പൊ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് എന്ത് ഇമോഷൻസാ വരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. എന്റെ സൗണ്ട് മാത്രം കേട്ടാ മതി. സോ പ്ലീസ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്നോളൂ. ഓക്കെ, കണ്ണ് അടയ്ക്കണം എന്നുള്ളവർക്ക് കണ്ണടയ്ക്കാം, അല്ലെങ്കിൽ കണ്ണ് തുറക്കാം. കുറെ നേരം കണ്ണടച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോ നമുക്ക് തലറങ്ങണ പോലെയോ വിഷമൊക്കെ വരുവാണെങ്കിൽ യു ക്യാൻ ഓപ്പൺ യുവർ ഐസ്, അല്ലെങ്കിൽ പ്ലീസ് ക്ലോസ് യുവർ ഐസ്. കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, റിലാക്സ് ചെയ്തിരിക്കുക. കയ്യിലൊന്നും വേണ്ട, കയ്യിലുള്ള സാധനങ്ങളൊക്കെ സൈഡിലേക്ക് വെക്കുക. കംഫർട്ടബിൾ ആയിട്ടിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നമുക്കറിയാം നമ്മള് ലൈഫിലെ കുറെ ഇൻസിഡൻസ് നമുക്ക് അങ്ങനെ ഒരു ബ്ലെസ്സിങ്സും കിട്ടിയിട്ടുണ്ട്. അത് ചില സമയത്ത് നമുക്ക് കേഴ്സിംഗും ആണ്. 3 വയസ്സിന് ശേഷം സംഭവിക്കുന്ന ഒന്നും നമ്മൾ മറന്നുപോകില്ല, അത് നമ്മളുടെ ഓർമ്മയിൽ തന്നെ ഉണ്ടാവും. ചില കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും മറക്കാൻ നമുക്ക് പറ്റില്ല. അതിന്റെ ഓർമ്മയോടുകൂടി നമുക്ക് ജീവിക്കേണ്ടതായിട്ട് വരും. അങ്ങനത്തെ അവസ്ഥയും നമുക്ക് ഉണ്ടാവാറുണ്ടല്ലേ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും വിഷമിപ്പിച്ച ഒരു ഇൻസിഡന്റ് അത് മനസ്സിലേക്ക് കൊണ്ടുവരാം. വളരെ വിഷമം തോന്നിയ ഒരു ഇൻസിഡന്റ് അത് മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഇൻസിഡന്റ് നടന്ന സ്ഥലം അതും മനസ്സിലേക്ക് കൊണ്ടുവരിക. ആ ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്ത ആളുകള്, അപ്പൊ നടന്ന സംസാരം, ഇതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങളെ വളരെ വിഷമിപ്പിച്ച ഒരു സംഭവം, അതുമായി കണക്ട് ചെയ്ത ആളുകൾ, ആ സ്ഥലം, നിങ്ങൾ ആ സ്ഥലം കാണുന്നു, ആ സമയത്ത് സംസാരിച്ച ആളുകളെ കാണുന്നു, ആ സംഭവം നിങ്ങളിങ്ങനെ നിങ്ങളുടെ മുന്നിൽ കാണുവാണ്. ആ സ്ഥലം, ആ ആളുകൾ, അന്ന് നടന്ന സംഭാഷണം, ആ സംസാരം, ആ സംഭവം, ഇതെല്ലാം ഉള്ളിലേക്ക് വരുവാണ്. ആ സ്ഥലം, ആ സമയത്തെ ആളുകൾ, അവര് സംസാരിച്ചത്, നമ്മൾ സംസാരിച്ചത്, നമുക്കുണ്ടായ ഫീലിങ്സ് എല്ലാം ഉള്ളിലേക്ക് വരികയാണ്. എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ആ സംഭവത്തിന്റെ ഒരു വീഡിയോ നമ്മൾ ക്യാപ്ചർ ചെയ്യുക. നമ്മളെ വളരെയധികം വിഷമിപ്പിച്ച ആ സംഭവം, അതിന് ആളുകള് അവര് സംസാരിച്ച കാര്യങ്ങള്, നമ്മൾ അനുഭവിച്ചത്, നമ്മൾ സംസാരിച്ചത് ഫുൾ വീഡിയോയിൽ നമ്മൾ ഷൂട്ട് ചെയ്തു. ആ വീഡിയോയുടെ ബ്രൈറ്റ്നെസ് ഒരു പോയിന്റ് കുറയ്ക്കുക, വീണ്ടും കുറയ്ക്കുക, വീണ്ടും കുറയ്ക്കുക. കുറച്ച് ആ വീഡിയോയിൽ നടക്കുന്ന ഒന്നും ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഓഡിയോയിൽ നമ്മൾ കുറച്ചു, സംസാരിച്ചതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ആരെയും കാണുന്നില്ല, സംസാരിച്ചത് നമ്മൾ കേൾക്കുന്നില്ല, ആ സംഭവമേ നമുക്ക് കാണാനേ പറ്റുന്നില്ല. നമ്മൾ എന്നേക്കുമായിട്ട് അതങ്ങ് ഡിലീറ്റ് ചെയ്യുക. ആ വീഡിയോ നമ്മുടെ ഫോണിൽ നിന്ന് അങ്ങ് ഡിലീറ്റ് ചെയ്തു. നമുക്കത് തിരിച്ചെടുക്കാൻ പറ്റില്ല, റിട്രീവ് ചെയ്യാൻ പറ്റില്ല. ആ സംഭവം, ആളുകൾ, ആ സ്ഥലം, സംസാരം ഒന്നും ഇപ്പോ കാണാനോ കേൾക്കാനോ പറ്റുന്നില്ല. അത് കംപ്ലീറ്റ് നമ്മൾ ഡിലീറ്റ് ചെയ്തു. അതങ്ങ് ഡാർക്കായി, ഫുൾ ഇങ്ങനെ ബ്രൈറ്റ് ആയിരുന്നത് മുഴുവനും ഡാർക്കായി കംപ്ലീറ്റ് പോയി. നമ്മളത് ഡിലീറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഒന്ന് റിലാക്സ് ചെയ്യാം. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ ഒരു സംഭവം ഉണ്ടാവുമല്ലോ എല്ലാവരുടെയും ലൈഫില്, അതൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവരും. ഏറ്റവും സന്തോഷം തോന്നി, നമുക്ക് ലൈഫ് അങ്ങ് ഫുൾഫിൽ ആയതോ, ജീവിതത്തിൽ എന്തോ നേടിയ പോലെയൊക്കെ തോന്നിയ ചില സന്തോഷമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിലെ ഇൻസിഡന്റ്, അത് മനസ്സിലേക്ക് കൊണ്ടുവരും. അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഓർത്തെടുക്കുക, അവരന്ന് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. ആ സമയത്ത് നമ്മുടെ ഫേസിലുണ്ടായ സന്തോഷം, ചിരി, നമ്മൾ ഷെയർ ചെയ്ത കാര്യങ്ങൾ എല്ലാം വീണ്ടും റീക്രിയേറ്റ് ചെയ്യുക. അത് പറഞ്ഞോളൂ, പറയണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞോളൂ, ചിരിക്കണം എന്നുണ്ടെങ്കിൽ ചിരിച്ചോളൂ. ആ സ്ഥലം, ആ ആളുകള്, ആ സമയത്ത് നടന്ന സംസാരം, ഇതെല്ലാം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. അന്ന് നമ്മൾ അനുഭവിച്ച ആ സന്തോഷം മുഴുവനും നമ്മളുടെ ഉള്ളിൽ ഇപ്പോൾ ഉണ്ട്, നമ്മുടെ മുഖത്തത് കാണാം. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ക്യാപ്ചർ ചെയ്യാം. ഫുൾ ആ സ്ഥലം, ആ ആളുകള്,
നമ്മൾക്കുണ്ടായ സന്തോഷം, നമ്മളുടെ ഒരു സെൽഫി വീഡിയോ പോലെ എടുക്കണമെങ്കിൽ സെൽഫി വീഡിയോ പോലെ എടുക്കുക. അത് മൊബൈലില് ക്യാപ്ചർ ചെയ്യാം. അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടുക. ബ്രൈറ്റ്നസ് കൂട്ടി നമുക്കത് കാണാൻ ഇഷ്ടമുള്ള ഒരു ബ്രൈറ്റ്നസ്സിലേക്ക് ആക്കുക. അതിന്റെ ബ്രൈറ്റ്നസ് കൂട്ടി നമ്മൾ അത് എന്നിട്ട് നമ്മളുടെ ഫോണിൽ അത് സേവ് ചെയ്ത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അതെടുത്ത് നോക്കണം. ആ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യണം. വീണ്ടും നമുക്ക് ആ സന്തോഷം അനുഭവിക്കണം. സോ അത് നിങ്ങൾ സേവ് ചെയ്ത് വയ്ക്കും. എപ്പോഴൊക്കെയാണോ നമ്മൾ ഡൗൺ ആവുന്നത്, സോ നമ്മൾക്ക് ആ സമയത്ത് ഈ ഒരു വീഡിയോ ആണ് നമ്മൾ കാണുന്നത്. നമ്മൾക്ക് സന്തോഷം തോന്നിയ ആ നിമിഷം നമ്മളോട് സന്തോഷത്തോടെ ഇഷ്ടത്തോടെ പെരുമാറിയ കുറെ ആളുകൾ, അവര് പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, നമ്മൾ അന്ന് വളരെ സന്തോഷിച്ച ആ ഒരു നമ്മുടെ മുഖത്ത് മുഴുവനും ആ ഒരു സന്തോഷവും എല്ലാം ഉണ്ടായിരുന്നു. അതൊരു വീഡിയോ ആയിട്ട്, നല്ല ബ്രൈറ്റ്നെസ് ഉള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അത് സേവ് ചെയ്ത് വെച്ചിരിക്കുക നമ്മുടെ ഉള്ളില്. ഓക്കെ, ഫൈൻ. കണ്ണടച്ചവര് കണ്ണോർന്നു. How you feel? എന്ത് തോന്നി? ആദ്യം മിസ് പറഞ്ഞപ്പോ കണ്ണിന്ന് വെള്ളം വന്നു. രണ്ടാമത്തത് മിസ് പറയുന്നപ്പോ നല്ലൊരു സന്തോഷമാണ്. അത് ഇങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, പക്ഷെ തനിയെ പുഞ്ചിരി, അതായത് ഒരു ചിരി നമ്മുടെ മുഖത്ത് വന്നു. അത് സത്യം. ഓക്കെ, ഫൈൻ. വെരി. സാധാരണ ഞാൻ ഒരാളെ വീഡിയോ ഓൺ ചെയ്തിട്ട് ഈ ഫസ്റ്റ് പറഞ്ഞ് നമ്മൾ വിഷമിച്ച ആ കാര്യം ഇത് മറ്റുള്ളവരോട് ഒബ്സർവ് ചെയ്യാൻ പറയും. അപ്പൊ നമുക്ക് കാണാൻ പറ്റുന്ന, കണ്ണടപ്പിച്ചാട്ടോ ചെയ്യുന്നത്, കാണാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആളുടെ നോൺ വെർബൽ ക്യൂസ് ഇങ്ങനെ ഇറക്കില്ലേ നമ്മള്, ഇവിടെ ഇങ്ങനെ ആ ഒരു ഇംപ്രഷൻ വരില്ലേ, അത് കാണാൻ പറ്റും. കണ്ണിലെ ഈ കൃഷ്ണമണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കും. പിന്നെ കൈ കാണാമെങ്കിൽ നമുക്ക് കാണാം, വിരലുകൾ ഇങ്ങനെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമുക്ക് അങ്ങനെ പറയാൻ പറ്റാതെ ഒരാള് വിഷമിക്കുന്നത് കണ്ടാൽ നമ്മൾക്ക് മനസ്സിലാവണം. കാരണം അവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഡ്യൂട്ടി. ഇനി എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിന് പറ്റുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മോർണിംഗ് ടു ഈവനിങ് ഈ ആളുകൾ മുഴുവൻ ഇങ്ങനെ പോസ്റ്റ് ഔട്ട് ആവുന്നവരുടെ വിഷമങ്ങൾ കേൾക്കുന്നു. അത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയല്ലേ. വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മളാകെ ഭയങ്കര വിഷമിച്ചിരിക്കുമായിരിക്കും. നമുക്കിത് എവിടെയെങ്കിലും പോയി ഇറക്കി വെക്കാൻ പറ്റണം. മനസ്സിലായോ? നമ്മൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറ്റണം. കാരണം നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. നമുക്ക് അല്ലാതെ നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ഒന്നുമില്ല. ഈ മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും സൈക്കോളജിസ്റ്റും അവരും വല്ലാത്ത പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ടായിരിക്കും. പ്രത്യേകിച്ചും ഇത്രയും ആളുകളുടെ കേട്ട് കഴിയുമ്പം അവർക്ക് ഇത് എവിടെയെങ്കിലും വെന്റിലേറ്റ് ചെയ്യണം. ആ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഇവർക്കൊരു ബ്രേക്ക് എപ്പോഴും കൊടുക്കുന്നത്. അവർക്കൊരു പേഴ്സണൽ ടൈം അവർ വെക്കും. കാരണം എന്നാൽ മാത്രമാണ് അവർക്ക് അടുത്ത വരുന്ന ആളെ അവർക്ക് ശരിയായ രീതിയിൽ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൊഫഷനിലേക്ക് പോകുന്നവര് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, സോ ഇത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആയതുകൊണ്ടാണ് ഈ ഒരു തെറാപ്പി ഞാനൊന്ന് ചെയ്തത്. നമുക്ക് എപ്പോഴെങ്കിലും ഒരു വിഷമം വരുമ്പം നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്യാം. ആർക്കെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, ഹെൽപ്പ് ചെയ്യാം. ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു തെറാപ്പി സെഷന് കുറച്ചുകൂടെയൊക്കെ നല്ല വോയിസ് മോഡുലേഷനിലൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുവാണെങ്കിൽ ഭയങ്കര റിസൾട്ട് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ എവിടെയായിരുന്നു? മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഷെയർ ചെയ്യാം. ചെറിയ കുട്ടികളുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും കേട്ടോ. കാരണം വെച്ചാല് അവർക്ക് മാനേജ് ചെയ്യാൻ അറിയാതെ വരും. ഇമോഷൻസിനെ അതുമായിട്ട് എങ്ങനെ കോപ്പപ്പ് ചെയ്യണം അത് അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായ ഒരു പ്രശ്നം, അവരെന്തെങ്കിലും ഒരു അബ്യൂസ്, അത് ഇപ്പോ വെർബൽ അബ്യൂസ് ആണെങ്കിലും ചില വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് അത് പോവില്ല. ഫിസിക്കൽ അബ്യൂസ് മാത്രമല്ല അബ്യൂസിൽ വരുന്നത്, ചില വെർബൽ അബ്യൂസ്, പിന്നെ ചില റൈറ്റ്സ് അവർക്ക് നിഷേധിക്കപ്പെടുക, അവർക്ക് അവരുടെ ബേസിക് നീഡ്സ് അവർക്ക് മുഴുവനും കിട്ടാതിരിക്കുക. അങ്ങനെയൊക്കെ വരുമ്പം ഇവർ ഭയങ്കര വിഷമത്തിലായിരിക്കും. ഇവർക്ക് ആരോട് പറയണം, അല്ലെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം ഇത് അവർക്കറിയില്ല. പക്ഷെ നമുക്കൊരു അഡൾട്ട്, നമുക്കറിയാം നമുക്കൊരു ഇമോഷണൽ ഇംബാലൻസ് വരുമ്പോൾ എങ്ങനെ ആ ഇമോഷൻസിനെ നേരിടാം, അല്ലെങ്കിൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ ഇത് ഞാൻ ആരോട് പോയി പറയണം, അല്ലെങ്കിൽ എനിക്ക് ഇതിന് പുറത്ത് കടക്കണം, അങ്ങനെ ഒരു ഫീല് എങ്കിലും നമുക്ക് വരും. പക്ഷെ കുട്ടികൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്ന് ഷൗട്ട് ചെയ്യുമ്പോൾ പേടിച്ച് കറക്കുമായിരിക്കും ഈ കുഞ്ഞുങ്ങള്. അത് അവരിൽ എത്രയോ കാലങ്ങളോളം ഉണ്ടാവും ആ ഒരു പേടി. നമ്മള് പറയും കുട്ടികളെ അങ്ങനെ വഴക്ക് പറഞ്ഞ് അവരങ്ങനെ ആ ഒരു ഇതിൽ പോയി
കിടന്നുറങ്ങരുത്. അതിൽ നിന്നും അവരെ മാറ്റിയിട്ട് വേണം ഉറങ്ങാന്നുള്ളത് അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റ്. ഇങ്ങനെ നമ്മള് ഒരു അടി കൊടുത്തു, അല്ലെങ്കിൽ അവരെ ഷൗട്ട് ചെയ്തു, അവരെ ശകാരിച്ചു, അവരെ വഴക്ക് പറഞ്ഞു, അവരാ വിഷമം വന്നു, കുട്ടികൾ കരഞ്ഞ് ചിലപ്പോ വിതുമ്പി അങ്ങനെയൊക്കെ അവര് കിടന്നുറങ്ങാനായിട്ട് പോകും. നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, അവർ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് ആയിരിക്കും, അവരിങ്ങനെ ഏങ്ങലടിക്കും ഉറക്കത്തില്. അപ്പൊ അവര് അത് ആ ഇതോടുകൂടിയായിരിക്കും അവര് ചെന്ന് ഉറങ്ങുന്നത്. അപ്പൊ നമ്മള് അങ്ങനെ കുട്ടി നമ്മള് ഉറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ കുട്ടിയെ തട്ടി എണീപ്പിച്ചിട്ട് അവനെ ഹഗ് ചെയ്തിട്ട്, അവളെയോ ഹഗ് ചെയ്തിട്ട് ഉറക്കുക. പിന്നെ അവര് നല്ല ഉറങ്ങിക്കോളും സമാധാനമായിട്ട്. ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവിടെ എന്റെ മോന്റെ സ്കൂളിൽ നടന്ന കാര്യമാണ്. ഇപ്പൊ ആ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവള് സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആണ്. ഇപ്പൊ ഖോഖോയിലും ഒക്കെ ഉണ്ട്. അതായത് ഇപ്പൊ മെഡലൊക്കെ കിട്ടിയായിരുന്നു. നമ്മുടെ സംസ്ഥാന സ്കൂൾ കായികമേള നടന്നായിരുന്നല്ലോ, അതിനൊക്കെ മെഡലൊക്കെ മേടിച്ച ഒരു കുട്ടിയാണ്. അപ്പോ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ച. അത് റീസൺ നമ്മളിങ്ങനെ ഇപ്പൊ സ്കൂളിന് അവധി നമുക്കിങ്ങനെ ഫോട്ടോ ഒക്കെ വന്നപ്പോ റീസൺ പറയുന്നത് പലരും പലതാണ്. അപ്പൊ ഈ കുട്ടി ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് വീട്ടിലെ കുട്ടിയെ ഉപദ്രവിക്കാറുണ്ട്, അതിന് അമ്മയും അച്ഛനും ഡിവോഴ്സ്ഡ് ആണ്, അമ്മൂമ്മയും അമ്മയുടെയും അനിയന്റെയും കൂടെയാണ് ഈ കുട്ടി താമസിക്കുന്നത്. അപ്പോ അത് പറയുന്നത് അനിയനെ നന്നായിട്ട് നോക്കണം, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. അതായത് അത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അനിയനെ നോക്കണം, ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ. പക്ഷെ അവിടെ ഉള്ളവർ പറയുന്നത് കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു വീട്ടില്. കാരണം ഈ കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ ഉപദ്രവിക്കുന്നത്. അതേപോലെ തന്നെ അന്ന് രാവിലെ ട്യൂട്ടോറിയല് ഒരു സംഭവം നടന്നു എന്നും പറയുന്നു. ഈ കുട്ടിക്ക് അവിടെ എക്സാം ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ്, കോപ്പി അടിച്ചതെങ്ങാണ്ട് സാറ് കണ്ടു. അങ്ങനെ സാറ് അതിന് വഴക്ക് പറഞ്ഞു എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതില് ആണ് യൂണിഫോമിനോട് തന്നെയാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തേക്കുന്നത് വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട്. അപ്പൊ ഞാൻ സംശയം ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ നമ്മൾ നാളെ ഒരു ടീച്ചേഴ്സ് ആവാൻ പോകുന്ന വ്യക്തികളാണല്ലോ. അപ്പൊ നമ്മള് ഇപ്പൊ ചിലപ്പോൾ നമുക്ക് 3 വയസ്സ് തൊട്ട് 6 വയസ്സ് വരെയുള്ള കുട്ടികളായിരിക്കും നമ്മൾ പഠിപ്പിക്കുന്നത്. ഇൻ കേസ് നമുക്ക് ചിലപ്പോൾ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളെ നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നാൽ തന്നെ നമ്മളിപ്പോ ഇങ്ങനെ ഒരു തെറ്റ് കാണുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ആദ്യം വഴക്ക് പറയും. അപ്പൊ പോകുന്നതിന് മുമ്പ്, അതായത് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് അവരെ ഒന്ന് വിളിച്ചിട്ട് ഇനി ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെയാണോ? അതോ ഇപ്പോഴത്തെ കുട്ടികളുടെ മൈൻഡ് നമുക്ക് സത്യത്തില് പണ്ടത്തെ കുട്ടികളാണെങ്കിൽ നമുക്ക് ആ മൈൻഡ് നന്നായിട്ട് റീഡ് ചെയ്യാൻ പറ്റും. ഇന്നത്തെ കുട്ടികളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ വീട്ടിലെ കേസാണെങ്കിൽ നമുക്ക് നമ്മളുടെ മക്കളോട് നമ്മൾ എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് അവരെ ഒന്ന് ഇതാക്കുമ്പോഴത്തേക്കും അവർക്ക് നമ്മളോടുള്ള ആ ഒരു ഇതൊന്നും വഴക്ക് പറഞ്ഞ് അങ്ങ് മാറും. പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോ എന്താ മിസ്സേ, ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാനായിട്ടുള്ള ഒരു തീരുമാനമൊക്കെ എടുക്കേണ്ടത് എങ്ങനെയാണെന്നാണ്. അതാണ് നല്ല ഭാവിയുള്ള ഒരു കുട്ടിയായിരുന്നു സത്യത്തില്. അതാണ് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ അവർ ഇൻസൾട്ടഡ് ആവുകയാണല്ലോ. അതൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് മാനേജ് ചെയ്യാൻ ശരിക്കും പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അവർക്ക് ഒരു കാര്യം ഒരാളുടെ മുന്നിൽ വെച്ച് പറഞ്ഞു കഴിയുമ്പം അവർക്ക് അത് അവർ ഭയങ്കര ഇൻസൾട്ടഡ് ആക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനൊരു സ്കൂളിൽ ഒരു ഇന്റർവെൻഷൻ നടത്തുന്നുണ്ട്. 8ാം ക്ലാസ് തുടങ്ങിയുള്ള കുട്ടികളായിരുന്നു. അപ്പൊ ഈ കുട്ടി 8ാം ക്ലാസ്സിൽ വെച്ച് തന്നെ ചെന്ന ഉടനെ അപ്പൊ ഈ ഇന്റർവെൻഷൻ ചെയ്യുന്ന ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലാസ്സിലെ ടീച്ചർമാരിങ്ങനെ ഉപേക്ഷിച്ചിട്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവുള്ളൂ. പഠിക്കില്ല, ടീച്ചേഴ്സ് പറയുന്ന അനുസരിക്കില്ല എന്ന് പറഞ്ഞിട്ട് ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പൊതുവെ പറയുന്ന ഒരു ഗ്രൂപ്പ്. ബാക്കിൽ ഇരിക്കുന്നവരെന്നല്ല കേട്ടോ അതിന്റെ മീനിങ്. അതായത് അവര് ടീച്ചേഴ്സ് പറഞ്ഞ വർക്ക് ചെയ്തുകൊണ്ട് വരില്ല, അവർ പ്രോപ്പർ ആയിട്ട് യൂണിഫോം ഇട്ട് വരില്ല. അങ്ങനെ വരുന്ന കുറച്ച് ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, ഇവരെയാണ് ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്നത്. പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്, 8ാം ക്ലാസ്സിലെ കുട്ടികൾ. അപ്പൊ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോ ക്ലാസ് ടൈമില് ഞാനും എന്റെ കൂടെ എന്റെ ഒരു കോ ഫെസിലിറ്റേറ്റർ ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും അതൊരു ബോയ് ആണ് കേട്ടോ, ഒരു യങ്സ്റ്റർ ആണ്, ജസ്റ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞൊരു കുട്ടിയാണ്. അപ്പൊ ഞങ്ങൾ രണ്ടുപേരാണ്. അപ്പൊ എന്റെ കോ ഫെസിലിറ്റേറ്റർ ആണ് ആള്. ഞങ്ങൾ രണ്ടുപേരും ഒരു കാഴ്ച കണ്ടു. വേറൊന്നുമല്ല, ഒരു ബോയ് ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് അബ്യൂസീവ് ജെസ്റ്റർ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് കാണിക്കുന്നു. പിന്നെ ഞങ്ങൾ കണ്ടു ഈ പെൺകുട്ടി വന്ന് രഹസ്യമായിട്ട് ഞങ്ങളോട് ഇത് പറഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി അതിനകത്തൊരു അവൾ അതിനെ ഡീൽ ചെയ്തു. അവൾ വളരെ രഹസ്യമായിട്ടാണ് ഞങ്ങളോട് പറഞ്ഞത്, ആരും കേൾക്കാതെയും കാണാതെയും.
ക്ലാസ് കഴിഞ്ഞ സെഷൻ കഴിഞ്ഞ് ഇവർ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതുക്കെ മറ്റു കുട്ടികളെ ശ്രദ്ധിക്കാത്ത രീതിയിൽ ഈ മോന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ഒന്ന് വെയിറ്റ് ചെയ്യണേന്ന് പറഞ്ഞു. അവനെ അവിടെ ഇരുത്തി. എന്നിട്ട് ബാക്കി എല്ലാരും പോയി. ബാക്കി ആരും ശ്രദ്ധിക്കണമില്ല അവൻ അവിടെ ഇരിക്കണതും. എല്ലാരും പോകുന്ന ധൃതിയിൽ അങ്ങ് പോയി. അപ്പൊ ഇവനവിടെ ഇരുന്നപ്പോ തന്നെ അവന് മനസ്സിലായി എന്തോ ഉണ്ട് എന്നുള്ളത്. അപ്പൊ അവനൊരു മിസ്റ്റേക്ക് ചെയ്തു എന്നുള്ളത് അവന് ഓൾറെഡി അറിയാം. അതാണോ എന്നുള്ള പേടിയും അവന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇനി കുട്ടിയെ നോക്കി കാണിച്ച ജസ്റ്റർ ഒന്ന് എന്നെ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചു. കുട്ടിയെ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങി. AC റൂമാണെന്ന് കൂടെ ആലോചിക്കണം. സ്മാർട്ട് ക്ലാസ് റൂമാണ്, AC ഓൺ ആയിരുന്നു. ഇവൻ സെറ്റ് ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ബുദ്ധിമുട്ടായി. അവന്റെ കൈയൊക്കെ ഇങ്ങനെ കൂട്ടിത്തിരുമോ. ഞാൻ പറഞ്ഞു വീട്ടിൽ ആരാ ഉള്ളേന്ന് ചോദിച്ചു. അപ്പൊ ഒരു അനിയനും ഉണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്. അമ്മയുടെ പേരെന്താന്ന് ചോദിച്ചു. അമ്മയുടെ പേരും എന്റെ പേരും സെയിം ആട്ടോ. അപ്പൊ അതുകൊണ്ട് അമ്മയെ ഭയങ്കര ക്ലോസ് ആയിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ജസ്റ്റർ എന്നോട് കാണിക്കാൻ പറഞ്ഞു, കാണിച്ചില്ല. അമ്മയുടെ അടുത്ത് പോയിട്ട് ഈ ജസ്റ്റർ ഒന്ന് കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അവന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ട് അവൻ പറഞ്ഞു ഇനി ഞാൻ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞു. അവൻ വളരെയധികം അബ്യൂസീവ് വേർഡ്സ് യൂസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഈ ജസ്റ്റേഴ്സ് യൂസ് ചെയ്യുന്നതിൽ അവൻ എന്തോ ആനന്ദം കണ്ടിട്ടുണ്ട്. അവന് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ആക്ടിവിറ്റി ആയിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോ കുട്ടി വരുന്ന ചുറ്റുപാട് കോസ്റ്റൽ ഏരിയ എന്നാണ് വരുന്നത്. അവന്റെ ആ ഒരു ചുറ്റുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ രാവിലെ എണീക്കുന്ന തുടങ്ങി ഉറങ്ങുന്ന വരെ കേൾക്കുന്നത് ഇതുപോലുള്ള അബ്യൂസീവ് വേർഡ്സ് അവന്റെ ചുറ്റുപാടുമുള്ള ആളുകൾ സംസാരിക്കുന്നതാണ്. ഈ വിവരം ഞങ്ങൾ ആരോടും പറഞ്ഞില്ല, അവന്റെ അമ്മോടും പറഞ്ഞില്ല, സ്കൂളിലും അറിയിച്ചൊന്നുമില്ല. പക്ഷെ ഇവരൊരു ഗ്യാങ് ഉണ്ടായിരുന്നു, ഒരു 3-4-5 പേര്. അതിലൊരു കുട്ടി സ്മോക്ക് ചെയ്യും, ഡ്രിങ്ക്സ് യൂസ് ചെയ്യും. 8ാം ക്ലാസ്സിലെ കുട്ടിയാണെന്ന് ഓർക്കണം. വലിയ ആളുകളുമായിട്ട് കമ്പനി, സ്മോക്ക് ചെയ്യും, ഡ്രിങ്ക്സ് യൂസ് ചെയ്യും. അപ്പൊ ഇവര് 5 പേരും കൂടെ ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, സെഷൻ തുടങ്ങി എനിക്ക് തോന്നുന്നു ഒരു 1 month ആയിട്ടില്ല, അപ്പോഴേക്കും വന്നിട്ട് പറഞ്ഞു ഇനി ഞങ്ങള്, കാരണം അവര് സംസാരിക്കുമ്പോൾ അബ്യൂസീവ് വേർഡ്സേ വരുള്ളൂ, കാരണം അവർ കേട്ട് വളർന്നത് മുഴുവനും അതാണ്. അപ്പൊ ഇനി ഞങ്ങൾ അത് പറയില്ല. പിന്നെ ആ സ്മോക്കിംഗ് ഡ്രിങ്കിങ് ചെയ്യുന്ന കുട്ടി, അവന്റെ ബാക്ക്ഗ്രൗണ്ട് വളരെ മോശമാണ്. എന്ന് വെച്ചാൽ അവന്റെ അച്ഛൻ സൂസൈഡ് ചെയ്തതാണ്. അപ്പം അവർ താമസിക്കുന്നത് ആരുടെയോ കരുണയില്, അവരുടെ ഏതോ റിലേറ്റീവിന്റെ വീട്ടിലാണ്. അവന്റെ അമ്മയും അവനും എത്രത്തോളം ബുദ്ധിമുട്ട് ആ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടാവും. അവൻ ഒരു ദിവസം ക്ലാസ്സിൽ എണീറ്റ് നിന്നവൻ പറഞ്ഞതാണ്, ഞാൻ സ്മോക്ക് ചെയ്യും, ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അവന്റെ ഫ്രണ്ട്സ് എല്ലാം ഇരിക്കുവാണ്, ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഇനി തുടങ്ങി അത് ഉപയോഗിക്കില്ല. അതൊക്കെയെന്ന് വെച്ചാൽ അവരിൽ നിന്ന് വരുന്ന സിൻസിയറായ വാക്കുകൾ. മക്കളിലെല്ലാം നന്മയുണ്ട്, പക്ഷെ ഇവര് വളരുന്ന സാഹചര്യം, ഇവർ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ, അതാണ് ഇവരെ ഇത് ചെയ്യിക്കുന്നത്. ഒരു കുട്ടി ഒരു തെറ്റ് ചെയ്തു എന്ന് കാണുമ്പോൾ പലപ്പോഴും ടീച്ചേഴ്സ് അവനെ പണിഷ് ചെയ്യും. ഇപ്പൊ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. അത് മറ്റു കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്യും, പണിഷ് ചെയ്യും, അങ്ങനെയുള്ള രീതിയിൽ. ഒരു പാരന്റ് കുട്ടിയെയും കൊണ്ട് ഈ ഒരു ടേം എക്സാമിനേഷൻ കഴിയുമ്പോൾ ഒരു മീറ്റിംഗ് ഉണ്ടാവുമല്ലോ, ഈ പ്രോഗ്രസ് റിപ്പോർട്ട് പാരന്റ്സ് സൈൻ ചെയ്യാൻ വരുന്ന മീറ്റിംഗ് ഉണ്ടല്ലോ. പാരന്റ് എന്നോട് ഷെയർ ചെയ്ത കാര്യം കേട്ടോ. ക്ലാസ് ടീച്ചർ എല്ലാവരുടെയും പ്രോഗ്രസ് റിപ്പോർട്ടായിട്ട് ഇരിക്കുന്നു, പാരന്റ്സ് എല്ലാവരും ഇരിക്കുന്നു, കുട്ടികളും കൂടെയുണ്ട്. ഓരോരുത്തരായിട്ട് ഈ ക്ലാസ് ടീച്ചറുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പൊ ഈ മോനെയും കൊണ്ട് ചെന്ന് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കാണിച്ച് സൈൻ ചെയ്യാനായിട്ട് മാർക്ക് കുറവാണ്. നേരത്തെ മാർക്ക് വാങ്ങിച്ചിരുന്ന ഒരു കുട്ടിയായിരുന്നു അത്ര, കുഴപ്പമില്ലാതെ. അപ്പൊ മാർക്ക് കുറവാണ്. അപ്പൊ ടീച്ചറോട് ഇങ്ങനെ പറഞ്ഞു, കളിയാണ് മിസ്, ഈ പാരന്റിന്റെ മോനെ ഭയങ്കര ജീവനാട്ടോ, കളിയാണ് അവൻ, സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കളിയാണ്, കളിക്കുന്ന പ്രായമാണ്, കളിയാണെന്ന് പറഞ്ഞു. എപ്പോഴും ഫ്രണ്ട്സുമായിട്ട് കളിക്കാൻ പോകും. അപ്പൊ ഈ ടീച്ചർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കെട്ടിയിടണം. അപ്പൊ മറ്റു കുട്ടികൾ ഇത് കേട്ട് ചിരിച്ചു, പാരന്റ്സും കേട്ട് ചിരിച്ചു. പെട്ടെന്ന് ടീച്ചറുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു കമന്റ് ഉണ്ടായപ്പോ അത് ഇവനെ ഭയങ്കരമായിട്ട് തകർത്തി. ഈ കുട്ടി പിന്നെ സ്കൂളിൽ വരാതായി. മറ്റേത് സ്കൂളിൽ വരും, ക്ലാസ്സിലെ വർക്കുകളെല്ലാം ചെയ്യും. ഈ കൊച്ചു സ്കൂളിൽ വരില്ല. പാരന്റ്സ് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടു ഇവനെ സ്കൂളിലെത്തിക്കാൻ. ഞാൻ എന്നിട്ട് കുറച്ച് ദൂരമാണ് ഇവരുടെ വീട്. ഞാറക്കലൊക്കെ കഴിഞ്ഞിട്ട് പോകണം. എനിക്ക് ഇവിടെ പറവൂർന്ന് പോകുമ്പോൾ എനിക്ക് ദൂരം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഒരു ദിവസം ഈ മോൻ ആ വീട്ടിലുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട്, അപ്പൊ ഇതിന്റെ അമ്മ എന്തോ ഹൗസ് കീപ്പിംഗ് അങ്ങനെ ജോലിക്ക് പോകുന്നതാ, ചേച്ചി ഒരു ബ്യൂട്ടീഷ്യനും, അച്ഛനും ഇങ്ങനെ എന്തോ ഡെയിലി വേജസ് ജോലിക്ക് പോകുന്നതാണ്. ചേച്ചി വർക്ക് ചെയ്യുന്നത് ദൂരെ ഒരു സ്ഥലത്താ, ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. അപ്പൊ ചേച്ചി ലീവിന് വന്ന ദിവസം ചേച്ചി എന്നെ അറിയിച്ചു. അങ്ങനെ ആ ദിവസം ചേർന്ന് കുറേ നേരം സംസാരിച്ചു. ഒരു 2.25 മണിക്കൂർ ഞാൻ ഈ കൊച്ചിനോട് സംസാരിച്ചു. അവൻ എന്ത് ചെയ്താലും സ്കൂളിൽ വരില്ല.
അവന് ഈ ഒരു പ്രശ്നം, ആ ടീച്ചർ അവനെ കെട്ടിയിടണമെന്ന് പറഞ്ഞില്ലേ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവൻ അത്രയും തളർത്തി. ഇനി അവന് പഠിക്കണം എന്നും തോന്നുന്നില്ല, സ്കൂളിൽ വരണമെന്നും തോന്നുന്നില്ല. ഞാൻ മാനേജ്മെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇങ്ങനെ ഒരു കാര്യം, ഇങ്ങനെ ഒരു കമന്റ് ഒരു ടീച്ചർ പറഞ്ഞ കാര്യം. മാനേജ്മെന്റ് ഇടപെട്ടു. ടീച്ചർ എന്നിട്ട് അവരോട് മാപ്പ് പറഞ്ഞു. കാരണം പിന്നെ അവര് ഭയങ്കര നല്ല രീതിയിൽ ആ ടീച്ചർ കുട്ടികളോട് പെരുമാറാൻ തുടങ്ങി. പക്ഷെ എന്നാലും അവൻ അതൊന്ന് മാറി വരാൻ കുറേ സമയം എടുത്തു. അങ്ങനെ പിന്നെ അവൻ, ഞങ്ങളെല്ലാവരും സംസാരിച്ച് ഇവൻ സ്കൂളിലേക്ക് തിരിച്ചു വന്നു. പക്ഷെ എന്നാലും അവന്റെ ആ പഴയ ആ ഒരു രീതി തന്നെ മാറിപ്പോയി. അതാണ് കുഞ്ഞുങ്ങൾ കേൾക്കുന്ന ഓരോ മുറിവുകള്, അത് മാറാൻ ഭയങ്കര പാടാ. അതൊന്ന് ഹീൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മനസ്സിലേക്കുന്ന മുറിവുകൾ, ടീച്ചർ ഒന്ന് അടിച്ചു, അത് മേ ബി അവര് മറക്കുമായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ 8 വയസ്സെന്നൊക്കെ പറയുമ്പോഴേക്കും, 8 വയസ്സെന്നല്ല, കുഞ്ഞു പ്രായങ്ങളിൽ ഇവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുക. 8 വയസ്സെന്നൊക്കെ പറയുമ്പോഴേക്കും അവനൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിരിക്കുക. അവന്റെ ആ അഡോളസൻസിലേക്ക് അവൻ കടന്ന് അവനിൽ കുറെ മാനസികമായിട്ടും ശാരീരികമായിട്ടും മാറ്റങ്ങൾ വന്ന സമയമാണ്. അവൻ കോൺഷ്യസ് ആവുന്നുണ്ട്, അവന്റെ അപ്പിയറൻസിനെ കുറിച്ച് കോൺഷ്യസ് ആവുന്നുണ്ട്, അവന്റെ സംസാര രീതിയെ കുറിച്ചൊക്കെ കോൺഷ്യസ് ആവുന്നുണ്ട്. ആ സമയത്ത് അവനെ ഇങ്ങനെ ഒരുമാതിരി ഇൻസൾട്ട് ചെയ്യുന്ന ഒരു കമന്റ് കേൾക്കുമ്പോൾ, അത് ഫ്രം പാരന്റ് സൈഡ് ആണെങ്കിലും ടീച്ചർ സൈഡിൽ നിന്നാണെങ്കിലും ഫ്രണ്ട്സിന്റെ പിയർ ഗ്രൂപ്പിൽ നിന്നാണെങ്കിലും, അത് വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ഓരോ ഭാഗത്തെയും ആളുകളുടെ ഇൻഫ്ലുവൻസ് കുട്ടിക്കുണ്ട്. ഡോൺ കെയർ ആകാനുള്ള ആ ഒരു മെച്യൂരിറ്റി എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അവരെന്തെങ്കിലും പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ ഡോൺ കെയർ ആവാനുള്ള മെച്യൂരിറ്റി ഞാൻ വളരെ ചുരുക്കം കുട്ടികളിലെ കണ്ടിട്ടുള്ളൂ. ഒന്ന് എന്റെ മോളാട്ടോ. അങ്ങനെ വളരെ ചുരുക്കം കുട്ടികളിലെ ആരെന്ത് പറഞ്ഞാലും ബാധിക്കാത്ത ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നത്, അത് എല്ലാ കാര്യങ്ങളിലും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ചില കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർ വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞാലും അവർക്ക് ഫീൽ ചെയ്യും. ചില കുട്ടികൾ ആര് പറഞ്ഞാലും അവരങ്ങ് ഡൗൺ ആയിപ്പോകും. അങ്ങനെയുണ്ട്. അപ്പൊ അതാണ് നമ്മൾ കുട്ടികളൊക്കെ യുണീക്കാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും, പണ്ടൊന്നും അങ്ങനെയൊന്നും അല്ലായിരുന്നു അല്ലെ. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾക്ക് നല്ല പോലെ പണിഷ്മെന്റ് കിട്ടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. സ്കൂളുകളിലാണെങ്കിലും വീട്ടിലൊക്കെ ആണെങ്കിലും ഭയങ്കര നമ്മളെ സ്ട്രിക്റ്റ് ആയിട്ട്, നമുക്ക് ലിമിറ്റേഷൻസ് ഭയങ്കര കൂടുതലായിരുന്നു. നമുക്ക് കിട്ടിയിരുന്ന ഫെസിലിറ്റീസ് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ആ സമയത്തൊക്കെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരുന്നു കാര്യങ്ങള്. ഇല്ലായ്മ എന്താണെന്നറിയാം, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ കൊണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തു പോകാൻ അറിയാം. ഒരു പെൻസിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമുക്കത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫെസിലിറ്റീസും കൂടുതലാണ്. അവർക്ക് ഒരു ചെറിയ വിഷമം പോലും അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ സൂയിസൈഡ് ടെൻഡൻസി കുട്ടികളിൽ കൂടുതലുണ്ട്. 4ാം ക്ലാസ്സിൽ ഒരു കുട്ടി സൂയിസൈഡ് ചെയ്തത് എനിക്ക് ഭയങ്കര അതിശയം. സാധാരണ ഒരു അഡോളസൻസ് ഒക്കെ എത്തുമ്പോഴാണ് ഈ ഒരു ടെൻഡൻസി കൂടുന്നത്. കോവിഡ് സമയത്ത് വളരെയധികം കേട്ടിട്ടുള്ള ന്യൂസാണ് സൂയിസൈഡ്. പല ഇഷ്യൂ, കൂടുതലും സ്ക്രീൻ അഡിക്ഷൻ മൂലം സൂയിസൈഡ് ആയ കേസസ് ആയിരുന്നു. അത് എൻ്റെ ഒരു വളരെ അടുത്തൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. വളരെ അടുത്ത ഫ്രണ്ട് തന്നെ, ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചതാണ്. ആളൊരു ഓട്ടോ ഡ്രൈവറാണ്. ലവ് മാരേജ് ആയിരുന്നു. 2 പെൺകുട്ടികളാണ്. വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചിരുന്ന ഒരു ഫാമിലി. അതിന് മൂത്ത മോള് കോവിഡ് സമയത്ത് എന്റെ മോളുടെ പ്രായം 9th 7th 8th 9th ആ ഒരു ടൈമായിരുന്നു. അപ്പോ മൊബൈലിലൂടെ അല്ലേ ക്ലാസ്സസ് കാണുന്നത്. മൊബൈലിലൂടെ ഇങ്ങനെ ക്ലാസ്സസ് കണ്ടുകൊണ്ടിരിക്കും. ക്ലാസ് കഴിയുമ്പോഴും ക്ലാസ്സിന്റെ ഇടയ്ക്കും ഇവര് വേറെ ഇതൊക്കെ നോക്കി പോകുന്നുണ്ടാവും. നമ്മൾ അറിയുന്നില്ല. ക്ലാസ് കഴിഞ്ഞാലും ഇത് തന്നെയാണ്. അപ്പൊ ഈ അതൊക്കെ ആളുകൾ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയ സമയത്ത് എന്റെ ഈ ഫ്രണ്ട് ഓട്ടോ ഓടിച്ചു വെച്ചിട്ട് ലഞ്ച് കഴിക്കാൻ വരുമ്പോഴും കാണുന്ന കാഴ്ച ഇതാണ്. മൊബൈലിൽ എപ്പൊ നോക്കിയാലും മൊബൈലില്. ഇവള് നല്ലപോലെ വരയ്ക്കുമായിരുന്നു. ഈ വരച്ചിട്ട് ഈ കൃഷ്ണനെയാണ് കൂടുതൽ വരയ്ക്കുന്നത്. അപ്പൊ എനിക്ക് അയച്ചു തരും. അപ്പൊ ഞാനിങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും. ഞാൻ മോൾ ഇനിയും വരയ്ക്കണോട്ടോ എന്നൊക്കെ പറയും. അങ്ങനെ ശരി ആന്റി എന്നൊക്കെ എന്നോട് പറയും. നേരിട്ട് കണ്ടിട്ടില്ല. ഈ ഫോണിൽ ഇങ്ങനെ വരച്ചിട്ട് എനിക്ക് അയച്ചു തരുന്നതും ഞാൻ അതിന് കമന്റ് ചെയ്യുന്നതും മാത്രമേ. അപ്പൊ ഇങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ കോവിഡിന്റെ പ്രശ്നങ്ങളൊക്കെ മാറുമ്പോഴേക്കും എന്റെ വീടിനടുത്ത വീട് പോകുമ്പോ നേരിട്ട് കാണാം എന്ന് കരുതി ഞാൻ നിറയെ കളറും ഡ്രോയിങ് ബുക്കും ഒക്കെ വാങ്ങിച്ചു വെച്ചിരുന്നു. പെട്ടെന്നാണ് ഒരു ദിവസം അറിയുന്നത് ആള് സൂയിസൈഡ് ചെയ്തു. ഭയങ്കര ഷോക്കായി പോയി. കാരണം ഇപ്പോഴും എന്റെ ഫോണിൽ ആ മോളുമായിട്ടുള്ള ലാസ്റ്റ് ചാറ്റ് കിടക്കുന്നുണ്ട്. പടം വരച്ചത് എനിക്ക് അയച്ചു തന്നതും ഞാനത് തിരിച്ചതിനെ റെസ്പോണ്ട് ചെയ്തു. അപ്പൊ ഇങ്ങനെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഫോൺ അധികം ഉപയോഗിച്ചതിന് അച്ഛൻ വഴക്ക് പറഞ്ഞു. അവള് സൂയിസൈഡ് ചെയ്ത രീതി എന്താന്ന് വെച്ചാൽ, ഇവിടെ അനീത്തി കൊച്ചിന് സുഖമില്ലാതായി, പനിയായി. അപ്പൊ ഈ അനീത്തിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട്
ഇവര് രണ്ടുപേരും കൂടെ അച്ഛനും അമ്മയും കൂടെ ഓട്ടോയില് കൊച്ചിനെ കൊണ്ടുപോയി. വന്ന് ഈ വഴക്ക് പറഞ്ഞു, ഇങ്ങനെ മൊബൈൽ ഉപയോഗിക്കുന്നതിന് വഴക്ക് പറഞ്ഞ ഒരു ദിവസമായിരുന്നു. അപ്പൊ ഇവള് മാത്രമേ വീട്ടിലുണ്ടായുള്ളൂ. ഓട്ടോ ഗേറ്റിന്റെ അടുത്ത് എത്തിയപ്പോ ഇവള് ജനലിലൂടെ നോക്കി നിൽക്കുന്നത് ഇവർക്ക് കാണാം. അപ്പൊ ഓട്ടോ ഗേറ്റിന്റെ അടുത്ത് ഇവളെല്ലാം സെറ്റ് ചെയ്തേക്കുമായിരുന്നു. ജനലില് ഈ ഹാങ് ചെയ്യാനായിട്ട് ഇത് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓട്ടോ അവിടെ എത്തിയതും ഇവള് വേഗം അത് ഉരുക്കിട്ടു. പെട്ടെന്ന് തന്നെ മരിച്ചു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോ പൾസ് ഉണ്ടായിരുന്നു. പക്ഷെ അറിയാലോ, ഈ ഒരു വെയിൻ, ജുഗുലാർ വെയിനും അതെങ്ങാണ്ട് കട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അങ്ങനെ രക്ഷിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു എന്റെ ആ ഫ്രണ്ടിന്. എപ്പോഴും പറയും, ഞാൻ എന്റെ മകളെ കൊന്ന അച്ഛനാണെന്നൊക്കെ പറയും. ഇങ്ങനെ എപ്പോഴും എന്നോട് ഇങ്ങനെ സംസാരിക്കും. ഇപ്പൊ മിസ് അത് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണോ? ചിലപ്പോ അച്ഛനും അമ്മയും വരാൻ വേണ്ടി കാത്തിരുന്ന പേടിപ്പിക്കാനല്ല, വാശിക്ക് ചെയ്തതായിരുന്നു. എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. വാശിക്ക് ചെയ്തത്. ആ ഒരു അച്ഛനോടുള്ള ദേഷ്യവും വാശിയും ഒക്കെ കൂടെ ചേർന്നിട്ട് ആ കുട്ടി ശരിയാണ് മിസ്. ഇപ്പോഴത്തെ കുട്ടികളോട് ഒന്നും പറയാൻ പറ്റൂല. മൊബൈല് ഇത് കഴിഞ്ഞാൽ അവര് മൊബൈല് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മൂത്ത ആൾക്കായാലും പെട്ടെന്ന് മുഖം മാറും. അയാൾ ഇങ്ങനെ വ്യത്യാസം ഉണ്ടായില്ല. അപ്പൊ അച്ഛനായാലും പിണങ്ങും. അച്ഛൻ പിണങ്ങി കഴിഞ്ഞാലും വിഷമമാണ്. മാറ്റിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ മുഖം മാറും മൂത്ത ആളുടെ. ചിലപ്പോ 9th സ്റ്റാൻഡേർഡ് ആണ്. രണ്ടാമത്തെ ആൾക്ക് ഇതേപോലെ തന്നെ മിസ് പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ഒരു മിസ് ഇങ്ങനെ ഇയാളെ ആക്റ്റീവ് ആക്കാൻ ശ്രമിച്ചു. രണ്ടാമത്തെ ആള് ഒരുപാട് ആക്റ്റീവ് അല്ല, വീട്ടിലെ ആക്റ്റീവ് ഭയങ്കരമാണ് മിസ്. രണ്ടുപേരോടും ബഹളം. അപ്പം മിസ് എന്നോട് ചോദിക്കും, അപ്പൊ ഈ യദുവിന് അയാളോട് അപ്പുറത്തെ ക്ലാസ്സിൽ ബുക്ക് കൊണ്ടേ കൊടുക്കാനൊക്കെ പറയും. പഠിക്കുവോ അയാള് നന്നായിട്ട് മിസ്. പക്ഷെ ഇങ്ങനെ ഒരുപാട് ആക്റ്റീവ് അല്ല. മൂത്ത ആള് ആക്റ്റീവാണ്. അപ്പൊ ഇവര് കമ്പയർ ചെയ്യുവാണ്, മൂത്ത ആള് നല്ല ആക്റ്റീവ് ആണല്ലോ, രണ്ടാമത്തെ ആള് എന്താ ആക്റ്റീവ് അല്ലാത്ത. അപ്പൊ ഞാൻ മിസ്സിന് അതിന് മറുപടി കൊടുത്തില്ല. കാരണം എല്ലാ കുട്ടികളും ഒരേപോലെ ആവുമല്ലോ മിസ്. അപ്പം ഇയാളെന്ന് വെച്ചാൽ ഒരു വേറെ മൈൻഡാണ്. രണ്ടാമത്തെ ആള് ചെസ്സിലൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. കൂടുതലും രണ്ടാമത്തെ ആൾ. മൂത്ത ആൾക്കും അതെ, നല്ല വ്യത്യാസമുണ്ട് രണ്ടുപേരും ക്യാരക്ടർ. ഇയാളെ മിസ് എന്ത് ചെയ്യും, അപ്പുറത്ത് ബുക്ക് കൊണ്ടേ കൊടുക്കാനൊക്കെ വിളിക്കും. ഇയാളെ ആക്റ്റീവ് ആക്കാൻ ശ്രമിച്ചതിന്റെ പേരില് അയാളെ ക്ലാസ്സിൽ പോകൂല എന്നും പറഞ്ഞ് എനിക്ക് തോന്നണത് 1 മാസത്തിന്റെ അടുത്ത് അത് ഞങ്ങള് അത്രയും ഇതാക്കി. കഴിഞ്ഞ വർഷം അനിയനും അനിയത്തിയൊക്കെ ഉണ്ട്. പക്ഷെ ഇയാള് പറയാതിരിക്കുന്നതോറും എനിക്ക് ദേഷ്യം കൂടുമായിരുന്നു മിസ്. കാരണം എന്താണ് കാരണം എന്നുള്ളത് പറയുന്നില്ല. അയാൾ ഇടയ്ക്ക് പറയും വെള്ളം പോയി, എന്റെ ബുക്ക് മുഴുവൻ നനഞ്ഞമ്മ, ഞാൻ നോട്ട് ചെയ്തില്ലെങ്കിൽ മിസ് പിണങ്ങൂലേ. പക്ഷെ ഞാൻ ഓൾറെഡി സീക്രട്ടായിട്ട് മിസ്സിനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു റീസൺ ഉണ്ട് മിസ്, അയാൾക്ക് ഒരിത്തിരി സാവകാശം കൊടുക്കണം നോട്ട് എഴുതാനായിട്ട്. ഞാനും ഹെൽപ്പ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു മിസ്. പക്ഷെ റീസൺ ഇതല്ല. വേറൊരു മിസ് അപ്പുറത്തെ ക്ലാസ്സിലേക്ക് ഇങ്ങനെ ബുക്ക് കൊണ്ടേ കൊടുക്കാനും ഇയാളോട് കുറെ കാര്യങ്ങൾ ഇങ്ങനെ ആക്റ്റീവ് ആക്കാൻ ശ്രമിച്ചു. ആ മിസ് തന്നെ എന്നെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു, ഒന്നുമില്ല മാഡം, ഇങ്ങനെ ഒരു സംഭവം ഞങ്ങൾ ഇങ്ങനെ ആക്റ്റീവ് ആക്കാൻ ശ്രമിച്ചു രണ്ടാമത്തെ ആളെ. അപ്പം അങ്ങനെ ആ മിസ്സുമാര് എന്നെ മൂത്ത ആളെയും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവൻ ഭയങ്കര ആക്റ്റീവാണ്. കാർത്തിക് എന്ത് ചോദിച്ചാലും പറയും. പിന്നെ ഇയാള് ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ചോദിച്ചാൽ പറയും, പക്ഷെ അല്ലാണ്ട് ആക്റ്റീവ് അല്ല. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് അയാൾക്ക് വിഷമം. എന്താണ് ഇങ്ങനെയൊക്കെ ചെയ്യുമല്ലേ അവര്. അയാൾക്ക് അറിയില്ല മിസ്സുമാരെന്തിനാ അങ്ങനെ ചെയ്യുന്നതെന്ന്. അപ്പൊ അയാള് വിചാരിച്ച അയാളോട് ദേഷ്യമായിട്ടാണ്. അപ്പൊ അയാൾക്കത് ഉള്ളില് ഭയങ്കര ദേഷ്യമായി മിസ്സുമാരോട്. അങ്ങനെയൊക്കെ ആയി മിസ്. അത് കഴിയാതിപ്പോ ഓർത്തു ഞാൻ മിസ് പറഞ്ഞപ്പോ. കഴിഞ്ഞ വർഷമാണ് സംഭവം. അതുകൊണ്ട് ഇത്തവണ ഓക്കെയാണ്. അവർക്ക് ഫീൽ ആവുന്നത് എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് കോപ്പപ്പ് ചെയ്യാനായിട്ട് ഇച്ചിരി പണിയാണ്. പിന്നെ മിസ് പറഞ്ഞില്ലേ ഇങ്ങനെ വിരലോണ്ട് കാണിക്കുന്നത്, അങ്ങനെ പറഞ്ഞില്ലേ ഒരു കുട്ടിയുടെ. അതിപ്പോ എന്റെ ചെറിയ മോളുണ്ട് കേട്ടോ, 3.5 വയസ്സായിട്ടുള്ളൂ. അവള് എങ്ങനെയോ അറിയില്ല, അത് എങ്ങനെയോ കിട്ടി. ഫോണിന്നോ അറിയില്ല, നേഴ്സറിന്നോ എങ്ങനെയോന്ന് അറിയില്ല. 3 മക്കളാണ് മിസ്സേ, താഴെ കുട്ടിയാണ്. അപ്പൊ ഇവര് തല്ലുകൂടുമ്പോ മറ്റ് ചേട്ടനും ചേച്ചിയോട് ഇവിടെ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഞങ്ങളൊക്കെ ഇത് എവിടെ നിന്ന് കിട്ടിയിട്ട് ഉറക്കെ ചിരിക്കൂട്ടാ. അപ്പൊ അവളെ വിചാരം ഇതിങ്ങനെ കാണിക്കുന്ന കോമഡി ആണെന്നാണ്. അപ്പൊ അവള് പറയും, അപ്പൊ നീ എന്തീ കാണിച്ച്, കോമഡി എന്ന് പറയും. അപ്പൊ ഞങ്ങൾക്ക് പേടിയായിട്ട് ഇനി പുറമെ പോയിട്ട് കാണിച്ചാൽ ഇനിയിപ്പോ വീട്ടിൽ ഇങ്ങനെ കാണിക്കണോണ്ടാവോ കുട്ടി ഇങ്ങനെ കാണിക്കണെന്ന് പറയില്ലേ. അപ്പൊ ആകെ ഇതായി. അപ്പൊ ഞങ്ങൾ പറഞ്ഞേ, ഞാൻ എന്തായാലും ടീച്ചറോട് പറഞ്ഞു കൊടുക്കും. ഞങ്ങൾ എല്ലാവരും പേടിപ്പിച്ചിട്ടാ, ടീച്ചറോട് പറഞ്ഞു കൊടുക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് അവളിത് മാറ്റിയില്ലാട്ടാ. അപ്പൊ അവൾ ഇതേപോലെ ഇങ്ങനെ കാണിച്ചപ്പോ ഞാനും പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, ഇനി അവൾ അങ്ങനെ കാണിക്കുമ്പോ ആരും ചിരിക്കണ്ട, മൈൻഡ് ചെയ്യണ്ട, അങ്ങോട്ട് നോക്കന്നെ വേണ്ട, ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ഇരിക്കുക. അപ്പൊ അവള് തന്നെ അത് മാറ്റിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്തപ്പോ അവളിപ്പൊ തന്നെ അത് മാറ്റി.
നമ്മൾ കുറെ വഴക്ക് പറയോ അടിച്ചിട്ടോ അവർക്ക് അറിയില്ലല്ലോ എന്താ കാര്യം എന്ന് അറിയില്ലല്ലോ, മനസ്സിലാവണേ ഉണ്ടാവില്ല എന്താന്നുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, സോ നമ്മളപ്പം ഈ ശരിക്കും മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അത് നമ്മളുടെ മാത്രമല്ല, നമ്മളുടെ ഫാമിലി, നമ്മളുടെ നൈബർഹുഡ്, നമ്മളൊരു സ്കൂളിലാണെങ്കിൽ ആ കുട്ടികളുടെ കുറെ പ്രോഗ്രാംസ് പല ഏജൻസീസ് നടത്തുന്നുണ്ട്, ഇതുപോലുള്ള പല പ്രോഗ്രാംസും സ്കൂളുകളിൽ. കാരണം കുട്ടികളുടെ മെന്റൽ ഹെൽത്ത് അവരെ ഒരു നല്ല ലെവലിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പറ്റിയ മെത്തേഡ് അവർക്ക് ലൈഫ് സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് മോണ്ടിസോറി മെത്തേഡ് ഇറ്റ്സെൽഫ് ഫുൾ ഓഫ് ലൈഫ് സ്കിൽസ്. ലൈഫ് സ്കിൽസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുക, അത് മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. ലൈഫ് സ്കിൽ പ്രൊവൈഡ് ചെയ്യുക. ഏതൊക്കെ ഡിസ്കഷനിൽ ഇതുപോലെ മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ഡിസ്കഷനിൽ പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് കുട്ടികൾക്ക് ലൈഫ് സ്കിൽ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീൽ ചെയ്യുന്നു കേട്ടോ. കാരണം നമ്മള് കൊണ്ടുപോകുന്ന മെത്തേഡ് അത് തന്നെയാണ്. ലൈഫ് സ്കിൽസ് ആണ് ശരിക്കും ഇമ്പോർട്ടൻസ്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ മോണ്ടിസോറി മെത്തേഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. കുട്ടികൾ അവിടെ നമ്മുടെ കിച്ചണിൽ തന്നെ, നമ്മുടെ കിച്ചണിലേക്ക് നമ്മൾ കുട്ടികളെ കൊണ്ടുപോകണം, ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അവർക്ക് ഭയങ്കര സന്തോഷമാവും. അവർക്ക് എന്തോ പ്രിവിലേജ് കിട്ടിയതുപോലെയാ. ജഗ്ഗില് വെള്ളം നിറയ്ക്കാൻ പറയുമ്പോഴും കടല പാത്രത്തിലേക്ക് സ്റ്റോർ ചെയ്യാൻ പറയണതൊക്കെ അവർക്ക് ആകെ സന്തോഷമായിരിക്കും. പിന്നെ ഇത്തിരി വെള്ളം അവിടെ പോയാൽ ഒരു ക്ലോത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തുടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരാകെ ഹാപ്പിയാവും. സാധാരണ എന്താ ചെയ്യുക, കുട്ടി ജഗ്ഗില് വെള്ളം നിറയ്ക്കുമോ അല്ലെങ്കിൽ ജഗ്ഗിൽ ഒരു ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ എന്താ വെച്ചാൽ കുറേ വെള്ളം തുളുമ്പി പോകൂലേ പുറത്തേക്ക്. അപ്പോഴേക്കും ഷൗട്ടിങ് തുടങ്ങും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അതവിടെ വെക്കാന്ന് പറഞ്ഞ കുട്ടി പേടിച്ചു. അതേസമയം കാരണം അവർക്ക് അറിയില്ല, കാരണം അവരുടെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. നമ്മൾക്കറിയാം ഓരോ കാര്യം ചെയ്യുമ്പോൾ എത്രത്തോളം ഫോഴ്സ് ഒരു അഡൽട്ടിന് അറിയാം. ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ എത്രത്തോളം ഫോഴ്സ് നമ്മൾ കൊടുക്കണം എന്നറിയാം. അതുപോലെ തന്നെ ഇപ്പൊ ടേബിള് നീക്കാൻ എത്ര ഫോഴ്സ് കൊടുക്കണം എന്ന് നമുക്കറിയാം. ഒരു ചെയർ ഒരു പ്ലേസിൽ നിന്ന് മറ്റേ പ്ലേസ്. പക്ഷെ കുട്ടികൾക്ക് അറിയില്ല ഓരോ ടാസ്കിനും എത്ര ഫോഴ്സ് വേണമെന്ന്. അവരവരുടെ മാക്സിമം ഫോഴ്സ് എടുത്തിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത്. അതവർക്ക് അറിയില്ല. അവര് എനിക്ക് അറിയില്ല എന്നേ അവർ മറുപടി പറയുള്ളൂ. വെള്ളം പോയത് ഇതെങ്ങനെയാ വെള്ളം പോയത് എനിക്ക് അറിയില്ല എന്നേ പറയുള്ളൂ. കാരണം അവർക്ക് അറിയില്ല. അവര് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ അവർ വെള്ളം നിറയ്ക്കാൻ നോക്കുന്നതായിരിക്കും. അവര് കൊടുക്കുന്ന ഫോഴ്സ് വെച്ചിട്ട് പോകും. ഈ സ്കൂളുകളിൽ എപ്പോഴും കാണുന്നൊരു കഥയാണ് കേട്ടോ. കുട്ടികൾ ലൈനായിട്ട് പോകും. ചിലപ്പോ ആ പോകുന്ന റിതം ഒന്ന് ഇച്ചിരി സ്പീഡ് കൂടും. അപ്പൊ എന്ത് ചെയ്യും, മുന്നിൽ നിൽക്കുന്ന കുട്ടിയെ പതുക്കെ ഒന്ന് തുടങ്ങുന്നതായിരിക്കാം. പക്ഷെ ഇവര് അറിയാതെ അത് ഫോഴ്സ് ആയിട്ട് പോകും. അപ്പൊ മുന്നിൽ നിൽക്കുന്ന കുട്ടി വീഴും. അപ്പൊ എന്താ, ഇവൻ ഉന്തിയിട്ടു തള്ളിയിട്ടു പിടിച്ച് തള്ളി അങ്ങനെയാകും. ഈ കുട്ടി അന്തം വിട്ടായിരിക്കും നിൽക്കുന്നത്. നീ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നീ അവനെ തള്ളിയിട്ടു എനിക്ക് അറിയില്ല ഞാനല്ല എന്ന് കുട്ടി പറഞ്ഞാൽ ടീച്ചർ പറയും കള്ളം പറയുന്നു, അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ കള്ളം പറയുന്നു എന്നുള്ള രീതിയിൽ പറയും. അപ്പൊ കുട്ടി വല്ലാണ്ട് ഗിൽട്ടി ഫീൽ ആയിപ്പോകും. ശരിക്കും കുഞ്ഞുങ്ങൾ അറിയുന്നില്ല, അത് ഇവരുടെ ഉള്ളിലൊരു എനർജി സോഴ്സ് തന്നെയാണ്. ചെറു പ്രായത്തിൽ ഈ എനർജി സോഴ്സ് ഇങ്ങനെ ക്രൗഡഡ് ആയിരിക്കും. അവിടെ ഇങ്ങനെ സ്കാറ്റേർഡ് ആയിട്ട് കിടക്കും. ഇതിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്ര ഫോഴ്സ്, ഒരു കാര്യം ചെയ്യുമ്പോൾ ഇത്ര ഫോഴ്സ് ഉള്ള ആ ഒരു ഡെവലപ്മെന്റ് അവർക്ക് ആ ചെറുപ്രായത്തിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഇവര് ശരിക്കും അവര് മാക്സിമം അവർക്ക് എത്രത്തോളം ശക്തി ഉണ്ടോ അത് മുഴുവൻ ഉപയോഗിച്ചായിരിക്കും അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് അവരുടെ ഒരു ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. പിന്നെ അവർക്ക് കൺട്രോൾ വരും. കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോൾ ഇത്ര പ്രാവശ്യം വീഴും. പിന്നെ എന്റെ ബോഡി ബാലൻസ് കറക്റ്റ് ആവും, കോർഡിനേഷൻ കറക്റ്റ് ആവും. അല്ലെ, ചില അമ്മമാരുടെ കോൺഫിഡൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ നോക്കുമ്പോ ഇപ്പൊ വീഴുന്നു തോന്നുന്നു. നമ്മൾ പറയും ഇപ്പൊ വീഴും, പിടിക്കുന്ന പറയുമ്പോ അമ്മ ഇരുന്ന് പറയും ഇല്ല വീഴില്ല. അവര് ചിരിച്ചുകൊണ്ട് പറയണ കാണാലോ വീഴില്ലാന്ന്. കാരണം അമ്മയ്ക്ക് അറിയാം കുട്ടിയുടെ ആ ഒരു ബോഡി കൺട്രോൾ ശരിയായി എന്നുള്ളത്. അതുപോലെ തന്നെയാണ് കുട്ടികളുടെ ഓരോ കാര്യം. കുട്ടിയോട് അടുത്തിരിക്കുന്നവരത് കൂടുതൽ ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെ ഗിൽട്ടി ഫീൽ. കാരണം എനിക്ക് എന്റെ മോളുടെ കേസിൽ അങ്ങനെ പറ്റിയതായിരുന്നു. അവള് LKG പഠിക്കുന്ന സമയത്ത് അവള് ക്ലാസ്സിലെ മറ്റു കുട്ടികളെക്കാളും ഹൈറ്റ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡാണ് വൈകിട്ട് കൊണ്ടുവരുന്നത്. വൈകിട്ട് ഹസ്ബൻഡ് കൊണ്ടുവരുമ്പോൾ ഹസ്ബൻഡ് ഭയങ്കര ഡൗൺ ആയിരിക്കും. എന്താന്ന് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, അവൾ ഒരു കുട്ടിയെ തള്ളിയിട്ടു, ആ കുട്ടിയുടെ നെറ്റി മുറിയോ എന്തോ ചെയ്തു, സ്റ്റിച്ച് ഇടേണ്ട വന്നു. എനിക്കാകെ ടെൻഷനായി. ഏത് കുട്ടിയാണോ ഒന്നും അറിയില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന 2 ടീച്ചേഴ്സ് ഇവളെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്തു. കുട്ടി LKG പഠിക്കുന്നേ, ഇവള് പിടിച്ച് തള്ളി. മറ്റുള്ള കുട്ടികളും പറഞ്ഞു പ്രണവി പിടിച്ച് തള്ളി എന്ന് പറഞ്ഞു. അങ്ങനെ 2 ടീച്ചേഴ്സും ബ്ലെയിം ചെയ്തു. ഞാൻ ഇവളുടെ ക്ലാസ് ടീച്ചർ ഒരു സിസ്റ്ററാണ്. സിസ്റ്ററെ വിളിച്ചപ്പോ സിസ്റ്റർ അന്ന് ലീവായിരുന്നു. അപ്പൊ സിസ്റ്ററോട് ഞാൻ കാര്യം പറഞ്ഞപ്പോ സിസ്റ്റർ പറഞ്ഞു ഈ പ്രണവി അങ്ങനെ ചെയ്യില്ലല്ലോ, ഇതെന്താ സംഭവം എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സിസ്റ്റർ എനിക്ക് ആ കുട്ടിയുടെ പാരന്റിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് തരൂ,
എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഇതാരാ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ പോയി. അന്ന് മോൻ ചെറുതാ, മാസങ്ങളേ ഉള്ളൂ. പിറ്റേ ദിവസം ഞാൻ സ്കൂളിൽ പോയപ്പോഴേക്കും ആ സ്റ്റിച്ച് ആയ കുട്ടിയുടെ പാരന്റ് അവിടെ ഉണ്ടായിരുന്നു. എന്തോ കാര്യം പറയാൻ വന്നതാ. ഭാഗ്യത്തിന് എനിക്ക് അതിനെ കാണാൻ പറ്റി. ഞാനിങ്ങനെ സംസാരിച്ചപ്പോ ആ കുട്ടി പറഞ്ഞു, അയ്യോ മോള് തള്ളിയിട്ടു എന്ന് അവൻ പറഞ്ഞിട്ടേ ഇല്ല, അവൻ ചവിട്ടിയിൽ കാലൊടക്കി വീണതാണ്. ഇവരെല്ലാരെയും ലൈനായിട്ട് പുറത്തേക്ക് വിടാനോ അങ്ങനെ എന്തോ നിന്നപ്പോ ചവിട്ടി ആ മാറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അതിന് അവന്റെ കാല് ഉടക്കി. അങ്ങനെ അവൻ മറിഞ്ഞു വീണതാ. ഇവന്റെ പുറകില് പ്രണവിയായിരുന്നു. മറ്റു കുട്ടികൾ പറഞ്ഞു പ്രണവി തള്ളിയിട്ടു. ടീച്ചർമാരും അവിടെ ഉണ്ടായിരുന്ന ടീച്ചർമാരും പ്രണവിയാണ് അവനെ തള്ളിയിട്ടതെന്നുള്ള രീതിയിൽ ഹസ്ബൻഡ് വന്നു പറഞ്ഞു. ആ ഒരു നൈറ്റ് മുഴുവനും ഞങ്ങൾ ഉറങ്ങിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ആ ടീച്ചേഴ്സ് അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു ടെൻഷൻ വരില്ലായിരുന്നു. കുട്ടിയുടെ പാരന്റ് ഇത് അറിഞ്ഞിട്ടും കൂടി ഇല്ല. ആ മോൻ അതിന്റെ അമ്മോട് പറഞ്ഞു, ഞാൻ ചവിട്ടിയിൽ എന്റെ കാലുടക്കി ഞാൻ വീണതാണ്. അത്രയും നമ്മൾ അനുഭവിച്ചൊരു ടെൻഷൻ. അവളും വല്ലാണ്ടായി. കൊച്ചുനും അവള് പേടിച്ചു പോയി, ഇതെന്താ സംഭവം എന്ന്. ചോരയൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവള് പേടിച്ചു പോയി. എല്ലാരും കൂടെ ടീച്ചേഴ്സും ഉൾപ്പെടെ, കുഞ്ഞുങ്ങള് പറഞ്ഞത് പോട്ടെ, കാരണം അവര് പ്രണവിയായിരിക്കും ബാക്കിൽ കണ്ടേ. ടീച്ചേഴ്സ് രണ്ടുപേരും അവളെ ഭയങ്കരമായിട്ട് ബ്ലെയിം ചെയ്തപ്പം അവൾക്കത് ഭയങ്കര ഒരു പ്രശ്നമായി. അവള് മിണ്ടിയതേ ഇല്ല അന്നത്തെ ദിവസം. ആ ഒരു ദിവസം കുട്ടി മിണ്ടിയതേ ഇല്ല. അതൊക്കെയായിരുന്നു. അത് പറഞ്ഞില്ലേ, അവർക്ക് ഉണ്ടാകുന്ന മുറിവുകള് അതാണ്. അപ്പൊ നമ്മൾ ചെല്ലുന്നത് 3 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അടുത്തേക്കായിരിക്കും നമ്മൾ പോകുന്നത്. ഈ ഒരു കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് അറിയില്ല. ഈ ഒരു ടീച്ചിങ് പ്രാക്ടീസിന് പോയി, വൈവ സമയത്ത് എന്നോട് ടീച്ചിങ് പ്രാക്ടീസിന് പോയ നമ്മുടെ ഒരു ട്രെയിനിങ് ഷെയർ ചെയ്തത് ഞാൻ പറഞ്ഞോന്ന് എനിക്കറിയില്ല. ഭയങ്കര മൂടിയായിട്ട് ഡള്ളായിട്ട് ക്ലാസ്സിൽ ഒരു മോൻ ഇരിക്കുന്നു. LKG ആണ് നോക്കണം ഇരിക്കുക. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ഈ കുട്ടിയുടെ പാരന്റ്സ് എപ്പോഴും വഴക്കാന്ന് വെച്ചാൽ അച്ഛൻ എപ്പോഴും മദ്യപിച്ച് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കും. കുഞ്ഞ് കാണുന്നത് മുഴുവനും ഇതാണ്. അപ്പം അവൻ സ്കൂളിൽ വരുമ്പോ അവന്റെ ടെൻഷൻ, എന്റെ അമ്മയെ അച്ഛൻ തല്ലുവാണോ. അപ്പൊ അത്രയും ചെറിയ മനസ്സിൽ അവൻ എന്ത് ഭാരമാണ് കൊണ്ട് നടക്കുന്നത്. ഈ കുഞ്ഞുങ്ങളുടെ രീതികളും നമുക്ക് മനസ്സിലാകും, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിന് ഇത്രയും ഇമ്പോർട്ടൻസ്. ഞാൻ ഇത്രയും കാര്യങ്ങൾ റിലേറ്റ് ചെയ്തത്. നിങ്ങൾ വിചാരിക്കും പോർഷൻസ് തീർന്നില്ലല്ലോ എന്ന്. ഇതിന്റെ കൂടെ ഞാൻ ഒരു എക്സ്ട്രാ ടോപ്പിക്കും കൂടെ എടുക്കും. അത് നമ്മുടെ PDF-ലൊന്നുമില്ല, ഇല്ലാത്തൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞിരുന്നോ? സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് പറഞ്ഞായിരുന്നു. യെസ്, അതും കൂടെ ഞാൻ ആ ടോപ്പിക്കും കൂടെ ആഡ് ചെയ്യും. അതിന്റെ ഒരു പ്രിന്റഡ് മെറ്റീരിയൽ ഞാൻ തരും. നിങ്ങൾക്ക് PDF സോഫ്റ്റ് കോപ്പി ഷെയർ ചെയ്ത് തരും കേട്ടോ. അപ്പൊ നമ്മൾ എവിടം വരെ എടുത്തിരുന്നു? കുറച്ച് സമയമുള്ളൂ, എന്നാലും ജസ്റ്റ് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ഇനി എടുക്കാനുള്ള പോർഷൻ നിങ്ങളൊന്ന് വായിച്ചിട്ട് വരും. എന്നിട്ട് ആർക്കെങ്കിലും ലീഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ഇനി എടുക്കാനുള്ള ടോപ്പിക് പറഞ്ഞാൽ ഞാനൊന്ന് ബ്രീഫ് ചെയ്ത് തരാം. അപ്പൊ വായിക്കുമ്പോൾ എളുപ്പമായിരിക്കും. ഞാൻ ഏതാ എടുക്കാനുള്ളത്? ഇനി എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ ആണ് സർ. ഓക്കെ, അതാണ് എടുക്കാനുള്ളത്. എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. അപ്പൊ നമ്മൾ ഓൾറെഡി മെന്റൽ ഹൈജീന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇമോഷണൽ, സൈക്കോളജിക്കൽ. ഒരു പാരഗ്രാഫ് കൂടി എടുക്കാനുണ്ട്. ഒരു പാരഗ്രാഫ്. Mental hygiene is a manner of life in which individuals adjustment to his. ശരിയാ മിസ്സേ. ആ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് 2 ലൈൻസും കൂടെ എടുക്കാനുണ്ട്, 2 സെന്റൻസ്. ഫസ്റ്റ് പാരഗ്രാഫ് തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? ഈ ഒരു പാരഗ്രാഫ് തുടങ്ങിയായിരുന്നു, തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. നമുക്ക് അത് ആദ്യം തുടങ്ങാം, പ്രശ്നമില്ലല്ലോ. ഞാൻ ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആണെന്ന്. നമ്മുടെ വൈകാരികമായും മാനസികമായും സാമൂഹ്യപരവുമായിട്ടുള്ള നമ്മളുടെ സുഖം അല്ലെ? നമ്മള് ഹെൽത്തിൽ പറഞ്ഞിരുന്നു. എന്തായിരുന്നു പറഞ്ഞേ? നമ്മുടെ ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ വെൽബീയിങ് എന്ന് പറഞ്ഞ പോലെ തന്നെ മെന്റൽ ഹെൽത്തിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന നമ്മുടെ ഇമോഷൻസ്, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, നമ്മുടെ തോട്ട് പ്രോസസ്, നമ്മൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു, നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു, അത് നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ റിലേറ്റ് ചെയ്യും. ഒരാൾ എന്നെ ഭയങ്കരമായിട്ട് ചോദിക്കൂ. മാം, ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ ഒരു നോട്ട് തന്നിരുന്നില്ല മാം സെപ്പറേറ്റ് ആയിട്ട്? അത് നോട്ട്സിൽ എഴുതണോ? ഞാൻ ഹെൽത്ത് ആൻഡ് ഹൈജീന്റെ നോട്ട്സ് തന്നിരുന്നോ? ഞാൻ സാധാരണ നോട്ട്സ് കൊടുക്കാറില്ലല്ലോ.
അല്ലൊരു എക്സ്ട്രാ പ്രിന്റ് ഔട്ട് ഇട്ടുണ്ടായിരുന്നു വെൽനെസിന്റെ ഹെൽത്തിന്റെ. ആ കൺസെപ്റ്റ് ഓഫ് വെൽനെസ് അതാണോ? അതെ മാം, അത് നോട്ട്സിൽ എഴുതണോ? അത് ആ ലിങ്കിൽ നോക്കി വായിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കാരണം അതിൽ കുറെ ഡീറ്റെയിൽ ആയിട്ടുണ്ടല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്ന വളരെ സിമ്പിൾ ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അതല്ലേ കുറച്ചുകൂടി എളുപ്പം വായിക്കാൻ. ഓക്കെ. കാരണം ആ ലിങ്കിൽ കുറെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. നമ്മൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം വെൽനസ് നമുക്ക് ആകെ ഒരു ചെറിയ ടോപ്പിക് ആയിട്ടാണ് നമ്മളുടെ ലെസണിലുള്ളത്. അത്രയും പോരാന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അത് എക്സ്ട്രാ തന്നത് കേട്ടോ. അത് നന്നായിരിക്കും. എക്സാമിനോ? എക്സാമിന് തീർച്ചയായിട്ടും ഞാൻ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് ഞാനിപ്പോ എക്സ്ട്രാ എടുക്കുന്നു പറഞ്ഞില്ലേ, അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ എന്തായാലും ഞാൻ ചോദിക്കും. അത് ചോദിച്ചില്ലെങ്കിലേ നിങ്ങൾക്ക് വിഷമം തോന്നുള്ളൂ. കാരണം ഞങ്ങൾ ഇത്രയും നല്ല രീതിയിൽ മനസ്സിലാക്കിയ സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലല്ലോ എന്നൊരു സങ്കടം നിങ്ങൾക്ക് വരില്ലേ? അപ്പൊ നിങ്ങളെ സങ്കടപ്പെടുത്തില്ല എന്നുള്ളതാണ് എന്റെ ഇത്. ഓക്കെ ഫ്രണ്ട്സോ, നമ്മളുടെ തോട്ട് പ്രോസസ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ആക്ഷൻസ്. എന്നെ ഒരാൾ വന്ന് കുറെ വഴക്ക് പറയുന്നു, ഞാൻ തിരിച്ച് അയാൾ അതുപോലെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ദാറ്റ് മീൻസ് എന്റെ ആക്ഷൻ ആണ് അവിടെ. എന്റെ മെന്റൽ ഹെൽത്ത് മര്യാദയ്ക്ക് നല്ല രീതിയിൽ ബാലൻസ്ഡ് ആണെങ്കിൽ ഒരിക്കലും നമ്മളുടെ മുന്നിൽ വന്ന് ഷൗട്ട് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നമ്മൾ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു പറയില്ല. നമ്മൾ വെയിറ്റ് ചെയ്യും. നമ്മള് കൈവയ്ക്കാൻ വരുവാണെങ്കിൽ നമുക്ക് അതിന് വേറെ മാർഗങ്ങൾ നോക്കാം. അതല്ല, അയാള് ഫുൾ ബേസ്റ്റ് ഔട്ടായി അയാളുടെ പ്രശ്നങ്ങൾ മുഴുവൻ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അയാളൊന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ചോദിക്കും. സോ ദാറ്റ് ഇസ് നമ്മുടെ ആക്ഷനും നമ്മളുടെ മെന്റൽ ഹെൽത്തിന് റിലേറ്റഡ് ആണ്. ഞാനൊരു പർച്ചേസ് മാനേജറായിട്ട് വർക്ക് ചെയ്തിരുന്നത് ഒരു 15 വർഷം മുമ്പ് ഒരു കൺസ്ട്രക്ഷൻ ഫേമിലായിരുന്നു. എന്റെ ചീത്തവിളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇത് പർച്ചേസ് ചെയ്ത് കൊടുത്താലും കാശ് ചോദിക്കുന്നത് ഈ കസ്റ്റമേഴ്സ് എല്ലാം നമ്മളോടല്ലേ ചോദിക്കുള്ളൂ. ഒരാള് ഭയങ്കര പ്രായമുള്ള ഒരാളോ എന്റെ മുന്നിൽ കസേര വലിച്ചിട്ടിരുന്നിട്ട് അവിടെ പല പല സെഷൻസ് ക്യൂബിക്കിൾസ് ആയിട്ടുണ്ടായിരുന്നു. പർച്ചേസ്, ഡിസൈൻ, എസ്റ്റിമേഷൻ, അങ്ങനെ ഓരോ ഇതിലും ഓരോ മാനേജേഴ്സ് ആട്ടോ. എല്ലാവർക്കും 2 അസിസ്റ്റന്റ്മാരൊക്കെ ഉണ്ടാവും. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര കളർഫുൾ ലൈഫാ. പക്ഷെ ചീത്തവിളി ഇങ്ങനെ ഫോണിലൂടെയും കിട്ടും, നേരിട്ട് കിട്ടുന്നത് ആദ്യമായിട്ടായിരുന്നു. അയാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു എന്റെ മുന്നിലിരുന്ന്. ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. മിണ്ടാനുള്ള ഗ്യാപ്പില്ല, കാരണം ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കുകയല്ലേ, മിണ്ടാനുള്ള ഗ്യാപ്പില്ല. കുറേ ഷൗട്ട് ചെയ്തു അയാള്. ഒന്നും പറഞ്ഞില്ല, ഒന്നും പറയാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ പേരിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടാണോ അവര് അക്കൗണ്ട്സിലുള്ളവർ എപ്പോഴും ക്യാഷ് പിടിച്ചു വെക്കും. അവര് ക്യാഷ് റിലീസ് ചെയ്യില്ല. നമ്മൾക്ക് അക്കൗണ്ട്സിൽ വിളിച്ച് പറയാവുന്നേ പറ്റുള്ളൂ. നമുക്ക് അവരുടെ അടുത്ത് നിന്ന് വഴക്കുണ്ടാക്കാനും നമുക്കറിയില്ലല്ലോ. ഇന്ന ആളുടെ റിലീസ് ചെയ്യണം നീ പറഞ്ഞുകൊണ്ടിരിക്കലല്ലാതെ അവരത് ചെയ്യേയില്ല. അവര് മാക്സിമം, മുതലാളിമാരും അങ്ങനെ തന്നെ, മാക്സിമം ഫണ്ട് എപ്പോഴും അവർക്ക് ആ പലിശയുടെയോ ഒരു പതുക്കെ അത് റിലീസ് ചെയ്യുള്ളൂ. അങ്ങനത്തെയൊക്കെ ഇഷ്യൂ ഉണ്ടാവും. നമ്മള് ചില ജോബിലേക്ക് ഇരിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടാവുള്ളൂ. അപ്പൊ അന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, അയാൾ ഇങ്ങനെ വന്ന് ഷൗട്ട് ചെയ്തു. എത്രയോ പേര് കേട്ടു, എന്റെ സബോർഡിനേറ്റ്സ് കേട്ടു, അടുത്ത ക്യൂബിക്കിലുള്ള അവരും അവരുടെ സബോർഡിനേറ്റ്സും അവിടെ വന്ന വേറെ ക്ലയൻസും എല്ലാരും കേൾക്കുകയും കാണുകയും ചെയ്യുവാണ്. ഒന്നും തോന്നിയില്ല കേട്ടോ, നല്ല പ്രായമുള്ള മനുഷ്യനായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ആക്ഷൻസ് ആണ് പലപ്പോഴും ആ ഒരു ചില സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിനേക്കാൾ ആളുകൾ റിയാക്ട് ചെയ്യും. അപ്പോഴാണ് പ്രോബ്ലംസ് വരുന്നത്. നമുക്ക് പ്രോപ്പർ റെസ്പോൺസ് ആണ് ആവശ്യം, റിയാക്ഷൻ അല്ല. എങ്ങനെ നമ്മൾ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നു, എങ്ങനെ അതിനെ നമ്മൾ റിലേറ്റ് ചെയ്യുന്നു, നമ്മളുടെ ഒരു ഹെൽത്തി ചോയ്സസ്. പലപ്പോഴും റിലേഷൻഷിപ്പിൽ നമ്മൾ എടുക്കുന്ന ഹെൽത്തി ചോയ്സസ്, നമ്മളുടെ മെന്റൽ ഹെൽത്ത്, നല്ല മെന്റൽ ഹെൽത്ത് ഉള്ള ആളുകൾ എപ്പോഴും എന്ത് സെലക്ട് ചെയ്യുമ്പോഴും, റിലേഷൻഷിപ്പ് ആണെങ്കിലും അവിടെ ഹെൽത്തി ചോയ്സ്. ടോക്സിക് റിലേഷൻ ആരും ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ അതന്നെ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ സമാധാനം എന്നുള്ളത്. ചില ഫ്രണ്ട്ഷിപ്പുകളൊക്കെ ഉണ്ടല്ലോ, നമുക്ക് നമ്മളല്ലാന്ന് തോന്നും അവരുടെ കൂടെ ഇരിക്കുമ്പോൾ. അങ്ങനെയുള്ള ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. നമ്മളായിരിക്കുന്ന സുഹൃത്തുക്കൾ തന്നെയാണ് ഒരു അസറ്റ്. അപ്പോഴേ നമ്മളുടെ മെന്റൽ ഹെൽത്ത് നന്നാവുള്ളൂ. മറ്റവരെ നമ്മൾ എപ്പോഴും പ്ലീസ് ചെയ്യണം. നമ്മൾ ഈ വൈറ്റ് ലൈസ് പറയണം, നുണകൾ പറയണം. അവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മളല്ലാതായി മാറില്ലേ ഇതൊക്കെ. പിന്നെ നമ്മളുടെ ബോഡി ആൻഡ് മൈൻഡ് അത് ഒന്ന് തന്നെയാണ്. കാരണം നമ്മളുടെ മൈൻഡിൽ ഉണ്ടാകുന്നതിന്റെ ചില സ്ട്രെസ്സിന്റെ റിഫ്ലക്ഷൻസ് നമ്മളുടെ ബോഡിയിലൂടെ വരും. ലൈക്ക് ഹെഡ് ഏക്ക്, ഉറക്കക്കുറവ്,
പിന്നെ റെസ്ലെസ്നെസ്, ഇങ്ങനെ വെരികിനെ പോലെ നടക്കുക എന്നൊക്കെ പറയില്ലേ, പിന്നെ ചിലർക്ക് ലൂസ് മോഷൻ, വോമിറ്റിംഗ് ഒക്കെ സംഭവിക്കുന്നത് ഈ മെന്റൽ ഇതുകൊണ്ട്. ഞാൻ ഒരു എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു. കുട്ടികളെല്ലാരും അത് ആൻസർ ചെയ്തു. കാരണം നിങ്ങളിപ്പോ ഇതിന്ന് ക്വസ്റ്റ്യൻ വരൂ എന്നങ്ങനെ ഇങ്ങനെ ചോദിച്ചില്ലേ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഒരാൾക്ക് ഫിസിക്കൽ കണ്ടീഷൻസ് എല്ലാം നോർമൽ ആണ്, ബട്ട് ഭയങ്കര ഹെഡേക്ക്, അത് എന്തുകൊണ്ടാണെന്നും പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. വേറെ ഡിസീസ് ഒന്നുമില്ല, ഫിസിക്കൽ കണ്ടീഷൻസ് എല്ലാം നോർമൽ ആണ്, ബട്ട് ഹി ഈസ് സഫറിങ് ഫ്രം വെരി ഹെഡേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു. അപ്പൊ ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചാലും ഓപ്ഷൻ കണ്ടാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ടഫ് ക്വസ്റ്റ്യൻ ഒന്നും അല്ല എക്സാമിന് വരുന്നത്. ഇറ്റ്സ് ലൈക്ക് നമ്മൾ കടന്നുപോയ പല കാര്യങ്ങളും നമ്മൾ കണക്ട് ചെയ്ത, ചിലപ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത എന്തെങ്കിലും കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് ആരോ PDF വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ പരീക്ഷയ്ക്ക് ജയിക്കാൻ പറ്റും, ബട്ട് ഇറ്റ്സ് വെരി ടഫ് ടു റീഡ് ദ PDF വിത്തൗട്ട് വാച്ചിങ് ദ ക്ലാസ്. ക്ലാസ് കണ്ടാൽ നമുക്ക് പിന്നെ അത് എന്റെ ഒരു അഭിപ്രായം കേട്ടോ, നിങ്ങൾക്ക് എങ്ങനെയാന്ന് എനിക്ക് അറിയില്ല. ക്ലാസ് കാണാതെ PDF മാത്രം വായിച്ചാൽ നിങ്ങൾക്ക് ശരിയായി തോന്നിയിട്ടുണ്ടോ? ഇല്ല മിസ്. ഒന്നും കുഴപ്പമില്ല. ഇനി എക്സാമിന്റെ ടൈമിൽ നമ്മൾക്ക് ഓർമ്മ വരും ഈ ക്ലാസ്സിൽ പറഞ്ഞ ഓരോ ഇൻസിഡൻസും മിസ്സുമാര് വായിപ്പിച്ച ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിൽ വരും. അപ്പൊ അങ്ങനെ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും അനുഭവങ്ങള്. കാരണം ഇത് ഈ എന്താ പറയാ, ഈ ഒരു ചാപ്റ്റർ ഒന്നും നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല, ക്ലാസ്സിൽ കയറിയില്ലെങ്കിലും വായിച്ചാൽ മതിയാവും. പക്ഷെ മോണ്ടിസോറിയുടെ തിയറി മെത്തേഡ്സ് വരുമ്പോ അത് ഇച്ചിരി വായിക്കാൻ ഇച്ചിരി പാടാ. സംഭവം എളുപ്പമാണ്, പക്ഷെ വായിക്കാൻ പാടാ. കഴിഞ്ഞ ദിവസം നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ സിത മാം പറയുമായിരുന്നു, മെറ്റീരിയൽസ് നമ്മൾ കുറേ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാം ഒറിജിനൽ ആണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ എന്ത് സിമ്പിളാ, അത് തെറ്റിപ്പോവും. അത്രയും നമ്മൾ റിപ്പീറ്റ് ചെയ്താലേ അത് ശരിയാവുള്ളൂ. അപ്പൊ മാം പറയുമായിരുന്നു, എന്തൊരു സിമ്പിളാ, മെറ്റീരിയൽസ് കണ്ടാത്തോന്ന് എന്തോ കളിക്കുന്ന സാധനമാണ്. പക്ഷെ അതിലൂടെ കുട്ടിക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റും ചേഞ്ചസും അതിനനുസരിച്ചാണ് മെറ്റീരിയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മളൊന്നും പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾക്കും തെറ്റും. അതുപോലെ സിമ്പിൾ ടു കോംപ്ലക്സ് ആ ഒരു രീതിയിലാണ് മെറ്റീരിയൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ ഫൈൻ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. സൈൻ ഔട്ട് ഉണ്ടോ? അപ്പൊ ആരെങ്കിലും നിങ്ങൾ റീഡ് ചെയ്തിട്ട് വരും. യു ക്യാൻ ലീഡ് ദ ക്ലാസ്. മാം സൈൻ ഔട്ട് ഉണ്ട്, ഇതൊന്ന് കാണിച്ചോട്ടെ. കാണിക്കൂ. ക്ഷമയോടെ കാത്തിരിക്കുവായിരുന്നോ ക്ലാസ് കഴിയാൻ? പിന്നെ അതെന്തുകൊണ്ട് ഉണ്ടാക്കിയ പേപ്പറാണോ? പേപ്പറാ. ഓക്കെ, സൈൻ ഔട്ട് പറയട്ടെ മാം. യെസ് പ്ലീസ്. My name is Binsi. Today it was a very helpful class. Thank you for Jisha Miss for the wonderful section, and I am sign out for the section. Have a nice day. Thank you, miss. Thank you, ma'am.